വൈശല്യമുള്ള മർദ്ദമറിയം സമാജത്തിലെ എല്ലാ അംഗങ്ങളുമേ തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. അപ്പം നമ്മൾ ഈ കൂദാശകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. ഒരു പ്രീ എക്സിസ്റ്റൻസ് ഓഫ് സാക്രമെന്റ്സ്. എന്താണ് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് സാക്രമെന്റ്സ്? നമ്മൾ ഈ ആലോചിച്ചോണം, എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ കൂദാശകളെക്കുറിച്ച് പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ കൂദാശകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വിവാഹ കൂദാശയിൽ പാടുന്ന പാട്ടാണ്, പിതാവ് പുത്ര പരിശുദ്ധ റൂഹായാകുന്ന ഒരു വലിയ കോട്ടയുണ്ട്, അതിന് ഇടമില്ലാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസെപ്പറബിൾ റിലേഷൻ. അതായത് ആ റിലേഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് സ്പേസ് ആണ്. എന്ന് വെച്ചാൽ ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ബന്ധം, ഒരു വലിയ സ്ട്രോങ് ബോണ്ടേജ്. അതാണ് പറയുന്നത് പ്രീ എക്സിസ്റ്റൻസിൽ പറയുന്നത്. അതാണ് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സാക്രമെന്റ്സ് എന്ന് പറയുന്ന സംഗതി. എന്തുവാണ് എന്ന് വെച്ചാൽ തൃത്വാധിഷ്ഠിതമായ ഒരു തിരിച്ചറിവും മനസ്സിലാക്കില്ല. അപ്പൊ ഈ തൃത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെന്ന് അറിയുമോ? അത് സ്പേസ് ഇല്ല, അകൽച്ചയില്ല, ഉയർച്ചയും താഴ്ചയും ഇല്ല, അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പമില്ല. അങ്ങനെയുള്ള ഒരു വലിയ ബന്ധം. അതുകൊണ്ട് ആ പിതാക്കന്മാർ, വിശുദ്ധനായ ഇഗ്നാത്യോസ് പറഞ്ഞിരിക്കുന്നത്, കൂദാശകളെ കുറിച്ച് പറയുന്നത് തൃത്വത്തിലുള്ള, മനസ്സിലാവുന്നുണ്ടോ? ആശയം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതെല്ലാം ഒന്നും നിങ്ങൾക്ക് പല പ്രായത്തിലുള്ളവരെല്ലാവരും എഴുതിയെടുക്കണമെന്ന് നിർബന്ധമില്ല, മനസ്സിൽ പതിഞ്ഞാൽ മതി. തൃത്വത്തിലുള്ള ആ ഭാവം, അതായത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹോളി ട്രിനിറ്റി. അപ്പൊ തൃത്വത്തിലുള്ള ആ ഭാവം, തൃത്വത്തിലുള്ള ആ രീതി, തൃത്വത്തിലുള്ള ആ ആശയം, അത് മനുഷ്യനിലും ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതിയാ എന്തെന്ന് പറയുന്നത് ഈ സാക്രമെന്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ബോണ്ടേജ്. ഞാൻ പറഞ്ഞല്ലോ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ലോക സൃഷ്ടിക്കു മുൻപേ ഉള്ള, സർവത്തിനും മുൻപേ ഉള്ള അനാദിയായിട്ടുള്ള ഒരു പ്രീ എക്സിസ്റ്റൻസ് പീരീഡിൽ ഉണ്ടായിരുന്ന അതേ ബന്ധം ദൈവത്തിന്റെ എവിടെ വേണം? ഈ സൃഷ്ടിയിലും വേണം. നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം കേട്ടോ, സമയം പോലെ വായിച്ചു നോക്കിയേച്ചാൽ മതി, നോട്ട് ചെയ്തിട്ടേച്ചാൽ മതി. അപ്പൊ അതുപോലെ നമ്മൾ ഈ ബൈബിളിലെ ചില സംഭവങ്ങളുണ്ടല്ലോ, എപ്പോഴും ഈ ക്രോണോളജിക്കൽ ഓർഡറിലല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ആ സമയാധിഷ്ഠിതമായ രീതിയിലല്ല ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനപ്പുറമായിട്ട് ചില വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ ഉൽപ്പത്തി തുടങ്ങുന്നത് എങ്ങനെയാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അപ്പം ഇതിന് മുൻപുള്ള ഒരു തലത്തെക്കുറിച്ച് അവിടെ നമ്മൾ കാണുന്നില്ല. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള ഒരു പ്രീ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക്കൽ എഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ചിറകറ്റ് നിലത്ത് വീണു, നീ മനസ്സിൽ ആഗ്രഹിച്ചില്ലേ ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് ബദലായി വേറൊരു സിംഹാസനം സൃഷ്ടിക്കും, ഉത്തരഗിരിയിന്മേൽ ഞാൻ ഇരുന്നരുളും. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ 10 വൃന്ദം മാലാഖമാരുണ്ട്. എല്ലാവരുടെയും ഡ്യൂട്ടി ആരെ സ്തുതിക്കുക എന്നുള്ളതായിരുന്നു? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടതടവില്ലാതെ സ്തുതിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡ്യൂട്ടി. എന്നാൽ ഒരു വൃന്ദം മാലാഖമാർക്ക് തോന്നി, ഞങ്ങൾ എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? ഞങ്ങൾക്ക് ശക്തിയില്ലയോ, ഞങ്ങൾക്ക് ബലമില്ലേ? അതുകൊണ്ട് ഞാൻ വേറൊരു സിംഹാസനം ഉണ്ടാക്കും, അവിടെ ഇരുന്നു കൊണ്ട് ഉത്തരദിക്കിന്മേൽ ഞാൻ വാണരുളും, എന്നെ സ്തുതിക്കുവാൻ സൃഷ്ടിപ്പുകളെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ അവൻ ചിറകറ്റ് താഴെ വീണത്. അവർ നീ എങ്ങനെ ഈ ചിറകറ്റ് നിലത്ത് വീണത്? അപ്പം നീ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞില്ലേ, നീ അന്ധകാരത്തിലേക്ക് പോയി, അന്ധകാരത്തിലേക്ക് അതുകൊണ്ട് വീണു പോയില്ലേ? വളരെ വ്യക്തമായിട്ട് ആ ഒരു പഴയ സംഗതി യെശയ്യാ പ്രവാചകൻ ഒന്നുകൂടൊന്ന് റീകളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്, മനുഷ്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അഹങ്കാരവും സ്വാർത്ഥതയും തലക്കനവും ദൈവത്തിന്റെ മുകളിലേക്ക് പോകുവാനുള്ള മനുഷ്യന്റെ ആ ചിന്താധാരയെ ഒഴിവാക്കുവാനുള്ള പശ്ചാത്താപത്തിന്റെ ഒരു അനുഭവമാണ് വിശുദ്ധ കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധനായ ഐറേനിയസ് എന്ന് പറയുന്ന പിതാവ്, ഐറേനിയസ് ഓഫ് ലയോൺസ്. എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ പറഞ്ഞു, തൃത്വാധിഷ്ഠിതമായ ആ ഒരു വലിയ സ്നേഹം, ആ ഒരു യോജിപ്പ് മനുഷ്യരിലേക്കും പകരുവാനുള്ള ദൈവ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്
കൂദാശ. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതൊന്നാമത്. അത് പറഞ്ഞത് ആരാന്നാ പറഞ്ഞത്? ആദ്യത്തെ അതാന്നോ പറഞ്ഞത്? ആദ്യം വേറെ ആരുടെ പേരാ പറഞ്ഞത്? 2 പേരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ, വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാം. പിതാക്കന്മാർ പലപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്, അവരുടെ വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, തൃത്വത്തിലുള്ള ആ സ്നേഹാധിഷ്ഠിതമായ ഭാവം മനുഷ്യരിലും ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ദൈവപദ്ധതി. രണ്ടാമത് പറഞ്ഞത്, മനുഷ്യൻ വീണു പോകാതിരിക്കുവാൻ, അതായത് ഈവിൾ സ്പിരിറ്റ് ഉണ്ടായി മനുഷ്യൻ വീണു പോകാതിരിക്കുവാൻ തക്കവണ്ണം, അഹങ്കാരം ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം, സാത്താന് പറ്റിയ വീഴ്ച ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാനുള്ള ഒരു അനുഭവത്തിന്റെ ഭാവം, അത് ഐറേനിയസ് പറഞ്ഞ ഭാവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓർത്തോണം, എപ്പോഴും ഓർത്തോണം, ഈ ആദിമകാല പിതാക്കന്മാരുടെയൊക്കെ പ്രത്യേകത, പ്രത്യേകിച്ച് കപ്പദോക്യൻ ഫാദേഴ്സ് പൊതുവായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ഭാവത്തിലേക്ക് വരികയാണ്. അപ്പം അവൻ തള്ളപ്പെട്ടു. ഇനി നമ്മൾ നേരെ ഓർത്തോ, ഉൽപ്പത്തി 1:1 വരികയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി എങ്ങനെയായിരുന്നെന്നാ പറഞ്ഞത്? പാഴായും ശൂന്യമായും കിടന്നു. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ, പ്രത്യേകിച്ച് NRSVയിലാണെങ്കിൽ ദ നൾ ആൻഡ് വോയിഡ് എന്ന് പറയുന്ന ടെർമിനോളജി ഉപയോഗിച്ചേക്കുന്നത്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അപ്പൊ പാഴും ശൂന്യവുമായ ഭൂമിയെ, അതെങ്ങനെയാ പാഴും ശൂന്യമായതെന്നറിയാമോ? തള്ളപ്പെട്ട മാലാകമാർക്ക് വസിക്കുവാൻ തക്കവണ്ണം ദൈവം ആദിയിൽ ഭൂമിയെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അവൻ അതിനെ പാഴും ശൂന്യവുമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, അതിനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയപ്പോൾ, വീണ്ടും ഒരു, നമ്മൾ പറയത്തില്ലേ, ഒരു എന്താ പറയുന്ന, ഒരു പുതുക്കം, ഒരു റീഇൻസ്റ്റേറ്റിംഗ് സ്റ്റാറ്റസ് അവിടെ ദൈവം സൃഷ്ടിക്കുകയാണ്. ആ സ്റ്റാറ്റസിലൂടെയാണ് ദൈവം എത്ര ദിവസം കൊണ്ട് മനുഷ്യൻ സൃഷ്ടിയിലേക്ക് എത്തുന്നത്? 6 ദിവസം കൊണ്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് വീണ്ടും ഓർത്തോ, ഒന്നാമത് ഞാൻ പറഞ്ഞു, സാക്രമെന്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, തൃത്വത്തിലുള്ള ആ യോജിപ്പും തൃത്വത്തിലുള്ള സ്നേഹവും സൃഷ്ടിയിലും ഉണ്ടാകണം, നമ്മിലും ഉണ്ടാകണമെന്നുള്ള ദൈവ പദ്ധതിയുടെ ആ ഒരു ഡിവൈൻ പ്ലാന്റെ ഭാഗമാണ് ഈ സാക്രമെന്റ്സ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, സാത്താനിലുണ്ടായ ആ പ്രൈഡ് ആൻഡ് പ്രിജുഡീസ്, ഈ 2 സംഗതികൾ, അഹങ്കാരം, അവൻ്റെ മുൻവിധി, ഞാൻ ആളാകണമെന്നുള്ള ചിന്ത, അത് മനുഷ്യനിൽ ഉണ്ടാകാതിരിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പറയത്തില്ലേ, ഒരു കൺഫെക്ഷണൽ സ്റ്റേറ്റ്മെന്റ് പോലൊരു പശ്ചാത്താപത്തിന്റെ അനുഭവമായി, സ്നേഹത്തിന്റെ പ്രതീകമായി കൂദാശ ദൈവം നമുക്ക് തന്നു. മൂന്നാമത് നമ്മൾ പറയുന്നു, ഭൂമി എങ്ങനെ കിടന്നു എന്നാ പറഞ്ഞത്? പാഴും ശൂന്യവുമായി. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കേട്ടോ, പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ആരും ഉറങ്ങില്ല കേട്ടോ, ഒറ്റൊരുത്തരും ഉറങ്ങുന്ന ഇഷ്ടമില്ല. ഇവിടെ പണ്ടാരായിട്ട് നമ്മൾ പറയത്തില്ലയോ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പുത്തമ്പുരക്കിലച്ഛൻ്റെ പ്രസംഗവും അല്ലെങ്കിൽ ഹല്ലേലൂയായും സ്തോത്രവും പ്രൈസ് ദി ലോർഡും ഒക്കെ കേൾക്കുന്ന സമൂഹത്തിൽ ഇരുന്നു കൊണ്ട്, അതും സ്ത്രീജനങ്ങളോട് കൂദാശയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ട്രഡീഷനെക്കുറിച്ചും തിയോളജിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇത് സിമ്പിളാകട്ടോ. എന്തുവാണ് ഇത്? നമ്മൾ ഓർക്കണം, നിങ്ങൾ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കത്തില്ലയോ? പിള്ളേർ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കാനിരിക്കുമ്പം, എടാ പഠിക്കടാന്ന് പറയും, അവനകത്ത് താല്പര്യമേ ഇല്ല. അപ്പോൾ അവൻ പഠിക്കാനിരിക്കുമ്പോൾ, അവൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മളും എന്ത് കൊടുത്തോണം? ഒരു കൊച്ചു പുസ്തകമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നോണം. അവിടെ പോയി ഒളിച്ചു നോക്കിയിട്ട് കാര്യമില്ല. അവിടെ അടുത്ത് പോയിരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് കാര്യമില്ല. പിള്ളേർക്ക് കൂട്ടിയിരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ പിള്ളേർ വിചാരിക്കും, നമ്മളെന്തോ പണി ചെയ്താലും പിള്ളേരുടെ വിചാരം എന്തോന്നറിയാമോ? അപ്പനും അമ്മയ്ക്കും ഒരു കഷ്ടപ്പാടുമില്ല. എനിക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യണം, സ്കൂളിൽ പോകണം, എക്സസൈസ് ചെയ്യണം, എല്ലാം മാർഷൽ ആർട്സിന് പോകണം, പള്ളിയിൽ പോകണം, എന്തോ പണിയാണെന്നറിയാമോ? അതേസമയം നിങ്ങളോടിരുന്ന് ഒരു പുസ്തകമൊക്കെ വായിച്ച് ചില നോട്ട്സൊക്കെ എഴുതി ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, നിങ്ങൾ പഠിക്കാനേ പറയണ്ട. കാരണം 60, 70, 40, 50 വയസ്സുള്ള അമ്മമാർ, മാതാപിതാക്കളിരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ പിള്ളേർക്കും എന്തോ തോന്നും? പഠിക്കാൻ തോന്നും, വായിക്കാൻ തോന്നും. അപ്പം ഞാൻ പിന്നെ മൂന്നാമത്തേതാ, അതായത് പാഴും ശൂന്യവുമായിരുന്നൊരു അനുഭവം എന്ന് വെച്ചാൽ ഒരു ഷേപ്പ്ലെസ് സ്റ്റാറ്റസ്, അർത്ഥമില്ലാത്തൊരനുഭവം, ശൂന്യമായൊരു അനുഭവം, നൾ ആൻഡ് വോയിഡ് ആയിട്ടുള്ളൊരു അനുഭവം. അതിനൊരു ഷേപ്പ് കൊടുക്കുവാനുള്ള ഒരു ഡിവൈൻ പ്രോജക്റ്റാണ് എന്തെന്ന് പറയുന്നത്? സാക്രമെന്റ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ചിന്തിച്ചു വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോ, അന്ന് ഭൂമി പാഴും ശൂന്യവുമായിട്ട് കിടന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ചിട്ട വേണം. ഇതാ എല്ലാത്തിൻ്റെ, ഈ പുസ്തകത്തിൻ്റെ പേരെന്തുവാ? കാണാൻ പറ്റുമോ? കാഴ്ചയൊക്കെ കൊണ്ടോ? നോക്കിയേ, എന്തോ ഇത്?
കൂദാശ പുസ്തകം എന്നാണോ ഇത്? കൂദാശ ക്രമം. നമ്മളെല്ലാം ഓർത്തോടെ, നമ്മുടെ പുസ്തകങ്ങളുടെ എല്ലാം പേരെന്താണ്? ക്രമം. എന്താണ്? അതിനൊരു ക്രമമുണ്ട് കേട്ടോ, എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ചുമ്മാതെ എന്തെങ്കിലും കനുകുനത്ത് പറയുകയല്ല, അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട് കേട്ടോ, ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ ഒരു ഡിസിപ്ലിനറി ആക്ഷനായി എന്തിലുള്ളത്? സാക്രമെന്റ്സ്. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ പുരോഹിതന്മാരോടും പറയുക, തോന്നുന്ന പോലെ ചെയ്യരുത്. ഇപ്പം മാമോദിസ നടത്താൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ശുശ്രൂഷാക്രമമുണ്ട്. അതിനേക്കാളും അതിൻ്റെ അപ്പുറമായിട്ട് കൂടുതലൊന്നും വേണ്ട. ആരാധനയ്ക്ക് തക്സായുണ്ട്, അത് ക്രമമാണ്. വിശുദ്ധ കുർബാന ക്രമമാ. ഈ ക്രമം വിട്ടു കഴിഞ്ഞാൽ എന്തുമായിട്ട് മാറും? അക്രമമായിട്ട് മാറും കേട്ടോ. അതുകൊണ്ടാണ് കൂടിച്ചേർക്കലുകളും ഒക്കെ മറ്റും വന്നു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അങ്ങോട്ട് കൂടുമ്പോഴത്തേക്ക് അങ്ങ് ഭക്തി അങ്ങ് കൂടും കേട്ടോ. അധികം വേണ്ട, അധികം ഒത്തിരി കൂടരുത്. അതായത് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കാനും ശുശ്രൂഷയിൽ സംബന്ധിക്കാനും കഴിയണം. ഇതൊക്കെ അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ എന്ത് ശാന്തമായ അനുഭവമാണെന്നറിയാമോ, എത്ര സുഖകരമായ അനുഭവമാണെന്നറിയാമോ. അപ്പോൾ ഓർത്തോണം, ഒരു ക്രമമുണ്ടാക്കുകയാണ് നമുക്ക്. എന്തിലൂടെ? ഒരു ക്രമീകൃതമായ ലൈഫ്, ഒരു അറേഞ്ച്ഡ് ലൈഫ്. അപ്പം സാക്രമെന്റ്സ് എന്ന് പറയുന്നത് ദ സിംബോളിസിസം ഓഫ് ദി അറേഞ്ച്ഡ് ലൈഫ്, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ്. അതാണ് ദൈവം 6 ദിവസം കൊണ്ട് മനുഷ്യ സൃഷ്ടിയെ ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ട് അതിനൊരു ക്രമവും രൂപവും കൊടുത്തു. രൂപമില്ലാത്തതിന് ദൈവം എന്ത് കൊടുത്തു? രൂപം കൊടുത്തു. ഇനി ദൈവത്തിൻ്റെ ഒരു കൗദാശിക കർമ്മം നമ്മൾ കാണാൻ പോകും. അതിനുശേഷം ഓരോന്നിനോടും പറഞ്ഞു, ഉണ്ടാകട്ടെ. എന്തെന്ന് പറയുന്നു? ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. പിന്നെ സസ്യലതാദികൾ ഉണ്ടാകട്ടെ. കരയിലൂടെയും ജലത്തിലൂടെയും സഞ്ചരിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ. വിധാനമുണ്ടാകട്ടെ. പ്രകാശമുണ്ടാകട്ടെ. ഇതെല്ലാം കർത്താവ് പറയുകയാണ്. വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അപ്പൊ ഈ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നതുണ്ടല്ലോ, യഥാർത്ഥത്തില് ഇല്ലാത്ത സംഗതിയെ പുതിയതായിട്ട് സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് കൂദാശ എന്ന് പറയുന്നത്. എന്തുവാ? അദൃശ്യമായ ദൈവ മർമ്മങ്ങൾ പ്രാപിക്കുവാനുള്ള ദൃശ്യമായ കർമാനുഷ്ഠാനങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ ഓർത്തോണ്ട്, ഇത് ഓരോന്നും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഓരോന്നിനെയും വിളിച്ചുണ്ടാക്കുക. അതുവരെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. ഈ രണ്ടിനെയും ഭാഗത്ത് സൃഷ്ടിക്കുകയാണ് ദൈവം. ഓരോരോ അനുഭവം ഉണ്ടാക്കുക. ഇനിയും കൂദാശ പ്രാപിക്കുവാനുള്ളത് ഈ സൃഷ്ടിക്കല്ല, ഈ മൃഗജാലങ്ങൾക്കല്ല, പിന്നെ ആർക്കാണ്? മനുഷ്യനാണ്. അപ്പം ദൈവസ്വരൂപമാകുന്ന മനുഷ്യന് വേണ്ടി ദൈവം തമ്പുരാൻ അതിനു മുൻപ് തന്നെ ഓരോന്നായിട്ട് ഒരുക്കുകയാണ്. അതായത് ഓരോന്ന് വേണ്ട. ഇതെല്ലാം വന്നിട്ട് മാത്രമേ ആര് വരാൻ പാടുള്ളൂ? മനുഷ്യൻ വരാൻ പാടുള്ളൂ. അപ്പൊ അത് അതിനവിടെ വെളിച്ചം വേണം. രാത്രി മാത്രം പോരാ, പകൽ പ്രകാശിക്കുവാനും രാത്രിയിൽ പ്രകാശിക്കുവാനും വേണം. അവന് സസ്യലതാദികൾ വേണം. കരയിൽ നടക്കുന്ന ജീവജാലങ്ങൾ വേണം. പിന്നെ ഇവിടെ വേണം, ജലത്തിൽ പോകുന്ന ജീവജാലങ്ങൾ വേണം. ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണെന്ന് ആർക്കറിയാമായിരുന്നു? ദൈവത്തിനറിയാം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ വലിയ ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നത്. വിശുദ്ധനായ ഓറിഗണെ പോലെയുള്ള പിതാക്കന്മാരുടെ വലിയ വ്യാഖ്യാനം വരുന്നത് എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങും. എങ്ങനെയാ സൃഷ്ടിച്ചത്? മനുഷ്യ നീ ഉണ്ടാകട്ടെ എന്നാണോ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് അവൻ എന്തുകൊടുത്തെന്നാ പറയുന്നത്? നിങ്ങളൊന്ന് ചേർന്ന് പറ. എങ്ങനെയാ ഉണ്ടാക്കിയത് മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി? ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങളെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെന്നാ പറയാനിരിക്കുന്നത്? ഞങ്ങളെ വാരിയിൽ നിന്നാന്ന് പറയാൻ പോവാന്നോ? അപ്പം പുരുഷനെ എങ്ങനെ ഉണ്ടാക്കിയെന്നാ ആദാമിനെ സൃഷ്ടിച്ചത്? മണ്ണ് കൊണ്ടുണ്ടാക്കി. എങ്ങനെയാ മണ്ണുകൊണ്ട് മെനഞ്ഞത്? അവൻ തൻ്റെ സാദൃശ്യത്തിലും മറ്റൊന്നിൻ്റെ രൂപം കൊടുത്തില്ല കേട്ടോ. ഇതൊരു വലിയ നമ്മൾ ഓർത്തോണം. ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സാക്രമെന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെയാണ്. ദൈവത്തിന് വേണേ പറയാമായിരുന്നു, മാലാഖമാരോട് പറയാമായിരുന്നു, കുറേ മണ്ണെടുത്തോണ്ട് പോവാ, അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കി ഞാൻ പറഞ്ഞു തരാം, എനിക്ക് കൈ ചെളിക്കകത്തൊന്നും ഇടാൻ പറ്റത്തില്ല, അങ്ങോട്ട് ഇറങ്ങി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്തോ എടുത്താൽ മതി, നിങ്ങളങ്ങ് ഉണ്ടാക്കിക്കോ, ഞാൻ പറഞ്ഞു തരാം, ഇന്ന് ഇത്ര മണ്ണെടുക്കണം, ഇത്രയാകാവൂ, കൂടുതൽ വെള്ളം ഒഴിച്ചോണം, ഇന്ന രൂപം അങ്ങോട്ട് ഉണ്ടാക്കിക്കോണം. ദൈവം ആരോടേലും പറഞ്ഞോ? സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാണ്. എന്നിട്ട് എന്തോ എടുത്തു? നമ്മൾ ഹൃദയംഗമായിട്ട് ചിന്തിക്കണം. മണ്ണ് കൈകളിൽ എടുത്തു, എന്നിട്ട് മണ്ണ് കുഴച്ചിട്ട് ഏത് രൂപമാണ് കൊടുത്തത്? സ്വന്തം രൂപമാണ് കൊടുത്തത്. മാലാഖമാർക്ക് പോലും ദൈവമാരുടെ രൂപം കൊടുത്തില്ല, ദൈവത്തിൻ്റെ രൂപം കൊടുത്തില്ല. പക്ഷേ മനുഷ്യന് ദൈവത്തിൻ്റെ രൂപം കൊടുത്തു. എന്നിട്ട് ആ ദൈവത്തിൻ്റെ രൂപം കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്തുവാ ചെയ്തത്? തൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കയറ്റുക. പിതാക്കന്മാർ
ആദ്യമായിട്ടാണ് വ്യാഖ്യാനിച്ചേക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? ഈ ശ്വാസം ഊതി കയറ്റുക എന്ന് വെച്ചാൽ വെറുതെ ഭൂ എന്നുള്ള ഒരു ഊത്തൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഈ പഴയ കാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇന്ന് നമുക്ക് ഗ്യാസ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, മോഡേൺ കിച്ചണൊക്കെ ഉണ്ട്, മോഡുലാർ കിച്ചണൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഭക്ഷണം പാചകം ചെയ്തിരുന്നത്? വിറകടുപ്പിലാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. ഈ വിറകടുപ്പിൽ എങ്ങനെയാണ് കത്തിച്ചത്? പെട്ടെന്നൊക്കെ കത്തുക. ചിലപ്പം പച്ചവിറകൊക്കെ കാണത്തില്ലായിരുന്നു. ചിലപ്പം തൊണ്ടൊക്കെ വെച്ചാൽ ഇങ്ങനെ ഊതി ഊതി കണ്ണിക്കൂടെ വെള്ളം വന്നെന്നിരിക്കും, അല്ലയോ? കണ്ണിക്കൂടെ വെള്ളം വന്നെന്നിരിക്കും, തല കറങ്ങിയെന്നിരിക്കും. എന്നാലും നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഊത്ത് നിർത്തുമോ? കാരണം 10-15 എണ്ണത്തിന് തിന്നാൻ കൊടുക്കണം. വലിയ കലത്തിലൊക്കെയാണ് വെക്കുന്നത്. ഇന്ന് 2-3 പേർക്ക് 5 ചപ്പാത്തി ഉണ്ടാക്കാൻ മടി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. അന്നേരമാണ് നമ്മൾ ഓർത്തോണം 10-12 എണ്ണത്തിന് തിന്നാൻ. അതും നമ്മൾ ഓർത്തോ, ഓരോ ചരുവം വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ഇത്രയും പേർക്ക് പാചകം ചെയ്യണമെന്ന് വെച്ചാൽ അയ്യോ, അമ്മമാരെന്ത് കഷ്ടപ്പെട്ടു. അവിടെ അതും മേളത്തെ അടുപ്പാണെന്നുള്ളത്. പഴയത്തെ അടുപ്പ് എങ്ങനെയായിരുന്നു? താഴെയായിരുന്നു. ഇന്നത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ ആ ജനറേഷൻ തൊട്ടുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാലും താഴെ ഇരിക്കുന്ന അടുപ്പ്, അയ്യോ, അവിടോട് കുനിഞ്ഞിരുന്ന് ഊതല, എന്തോരം തലകറക്കമായിരിക്കും. എന്നാലും അവസാനം ഒരു ഹൃദയം പൊട്ടിയുള്ള ഒരു ഊതലും. ആ സമയത്ത് തീയെ ആളിക്കത്തും. ഒരു തീ ഊതി കത്തിക്കാൻ നമ്മുടെ അമ്മമാരനുഭവിച്ച കഷ്ടപ്പാടെന്ന് പറയുന്നത് എത്ര വലുതായിരുന്നു, ഇത്രയും പേർക്ക് തിന്നാൻ കൊടുക്കാൻ. അപ്പം ദൈവം തമ്പുരാൻ തൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിതാക്കന്മാരുടെ വ്യാഖ്യാനം കർത്താവിൻ്റെ ഓർത്തോണം ഒരു പ്രീ ക്രൂസിഫിക്ഷൻ ഇൻസിഡൻ്റ് ആണ്. ഓർത്തോണം, ഹൃദയം പൊട്ടിഞ്ഞുള്ള ഒരു കൊടുപ്പല, ഒരു ഊത്തല, ഹൃദയം പൊട്ടിയുള്ള ഒരു ഊത്തല. അതുകൊണ്ടാണ് നമ്മൾ പാടാറുണ്ട്, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചെങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചെങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. അപ്പൊ ഹൃദയം പൊട്ടിയുള്ളൊരു ഊത്ത, അതായത് ജീവൻ പറിച്ചു കൊടുക്കുകയാണ്, അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുകയാണ്. ഇന്ന് നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, അത് മാമോദീസായാലും മറ്റ് ചില കർമ്മങ്ങളിലൊക്കെ ഊതുന്നതൊക്കെ കാണുമ്പോൾ ചിലർക്ക് തോന്നുന്ന ഒരു കളിയാന്ന് തോന്നും. ദൈവമൂതിയ അതേ ശ്വാസമാണ് ആരിലുള്ളത്? നമ്മളിൽ ഓരോരുത്തരിലുമുള്ളത്. ഹൃദയംഗമായൊരു തലമുറകളിലേക്കുള്ള, അതായത് നമ്മൾ പറയത്തില്ലേ, ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, തലമുറയോളം, തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക്. അതുകൊണ്ട് ഹൃദയംഗമായിട്ടൊരു കാര്യം ഓർത്തോണം. അത് നമ്മൾ പറഞ്ഞു, 3ാമത്തെ സ്റ്റേജിൽ പറഞ്ഞു, ഒന്നുമല്ലാത്ത ഒരു ഷേപ്പ്ലെസ് സംഗതിക്ക് ഷേപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്ഡ് ലൈഫിനെ കുറിച്ചൊരു സിസ്റ്റമാറ്റിക് ലൈഫിന് വേണ്ടിയുള്ള ഒരു അനുഭവം സാക്രമെന്റ്സിലുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു, ദൈവം തമ്പുരാൻ തന്നെ വന്നൊരു കൂദാസാകർമ്മം നമ്മളെ ഭൗതികമായിട്ട് കാണിച്ചു തരികയാണ്. അതെവിടെയാണ്? നമ്മൾ ഓർത്തോണം, ഒരു ക്രിയേഷൻ ഈവൻസിൽ ദൈവം തമ്പുരാൻ ഇത് നമ്മളെ കാണിച്ചു തന്നു. മണ്ണെടുക്കുന്നു, മണ്ണ് നനയ്ക്കുന്നു, മണ്ണിൽ ജീവശ്വാസം, ആ രൂപത്തിൽ ജീവശ്വാസം ഊതിക്കയറ്റുന്നു. ഇതൊക്കെ തന്നെ വിശുദ്ധ കൂദാശകളുടെ, ശ്രേഷ്ഠ കൂദാശകളുടെ ഒരു ദിവ്യമായ ഒരു അനുഭവം. അപ്പം മനസ്സിൽ എപ്പോഴും ഓർത്തോണം. നമ്മൾ ആലോചിച്ച് നോക്കിയോ, ഞാനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു ബലൂൺ നമ്മൾ ഊതി വെച്ചേക്കുവാന്ന് വെച്ചു. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ബലൂണിൻ്റെ ആ ഒരു കട്ടിയുടെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞു വരത്തില്ലയോ? കുറേ എയർ എത്ര കഴിഞ്ഞാലും വെളിയിൽ പോകും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കോ അത് മൊത്തം ചൊക്കി അങ്ങ് തീരെ ചെറുതായിട്ട് മാറും. അപ്പം ദൈവത്തിൻ്റെ ശ്വാസം നമ്മിലുണ്ട്, ദൈവത്തിൻ്റെ പ്രഭ നമ്മിലുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്ക് അതേ ഒരു ഇൻറ്റൻസിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അല്പാൽപമായിട്ട് വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ടൊരു റീചാർജിങ് എഫക്റ്റ് വേണം. എന്തോ വേണം? അത് സാക്രമെന്റ്സിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. ഒരു റീചാർജിങ് എഫക്റ്റ്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അതിൻ്റെ അകത്തിൽ ഒരു തുടർച്ചയുണ്ട്. കർത്താവ് തന്നെ മനുഷ്യാവതാരം ചെയ്തു പോയപ്പോൾ പറഞ്ഞു, എന്തുവാ? സഭയെ ഏൽപ്പിച്ചേക്കുക, ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ. പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല പറഞ്ഞത്. എന്തുവാ പറഞ്ഞത്? കൈകളിൽ അപ്പമെടുത്തു, വീഞ്ഞെടുത്തു, എൻ്റെ ശരീരമാണ്, രക്തമാണെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് വെച്ചാൽ അത് ചെയ്യണം, അത് സാക്ഷിക്കണം, അത് പഠിപ്പിക്കണം, അത് ചെയ്യണം, അത് അനുഭവിക്കണം. ഇതെല്ലാം സാക്രമെന്റ്സിൻ്റെ ഒരു ബേസിക് തലമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? അതിൻ്റെ അകത്തിൽ എന്തെങ്കിലും ഒന്നുകൂടി പറയേണ്ടതായിട്ടോ വല്ലതും ഉണ്ടോ?
അങ്ങോട്ട് മനസ്സിലായിട്ടൊക്കെ വരുന്നതേ ഉള്ളല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഒരു പെട്ടെന്നൊരു സന്ധ്യയ്ക്ക് ഇങ്ങോട്ട് വന്ന് എല്ലാം കൂടെ അങ്ങ് പഠിച്ചു പോകാമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും അത് മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളാവുന്നോ. അനേകം പുസ്തകങ്ങൾ വായിച്ച്, അനേകം പഠനങ്ങൾ നടത്തി, ക്ലാസ്സുകൾ കേട്ട്, അതിൻ്റെ എല്ലാം കുറേച്ചെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറയത്തില്ല, ഒരു മൈന്യൂട്ട് എപ്പോക്ക് മാത്രമേ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. വളരെ ചുരുക്കമായ കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്തോണം. അതുകൊണ്ട് കൂദാശകളെക്കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമം തൊട്ട് മാത്രം പറയാൻ നിങ്ങൾ ഇരിക്കരുത്. വീണ്ടും ഒരു സംഗതിയൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു ഏൻഷ്യൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാൻ പോകുന്നത്. അടുത്തത്, ദൈവം തമ്പുരാൻ മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തു, അല്ലയോ? മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തു. എത്ര കൽപ്പനയാണ് കൊടുത്തത്? സംശയമൊന്നുമില്ലല്ലോ. എത്ര കൽപ്പനയുണ്ടായിരുന്നു? 10 കൽപ്പനയുണ്ടായിരുന്നു. അപ്പോൾ ഈ 10 കൽപ്പന ദൈവം ആര് ത്രൂവാണ് ഇസ്രായേലിന് കൊടുക്കുന്നത്? മോശ മുഖേനയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹോറേബ് പർവ്വതത്തിൽ ആരിറങ്ങി വരികയാണ്? അപ്പോൾ ഓർത്തോണം, മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൈവം തൻ്റെ രൂപം കൊടുത്തു, സാദൃശ്യം കൊടുത്തു, അനുഭവങ്ങൾ കൊടുത്തു, മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം അത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ വീണ്ടും ന്യായപ്രമാണം എന്ന് പറയുന്നത് അവനൊരു ശ്വാസം പോലെയാണ്. ഒരു ജീവശ്വാസമാണ്. നമ്മൾ പറയത്തില്ലയോ, ശക്തമായ ശ്വാസം. അവനത് വേണം. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്, ന്യായപ്രമാണ അനുഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അറിയാത്ത രീതിയിലുള്ള ഒരു ദൈവശക്തി. അത് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. മനുഷ്യൻ ജീവിച്ചു, അവന് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് താൻ സൃഷ്ടിച്ച മനുഷ്യന് ഭക്ഷണം പോലെ, വെള്ളം പോലെ, വായു പോലെ എന്തോ വേണം? ന്യായപ്രമാണം വേണം. അത് കൊടുക്കാൻ ദൈവം ഇറങ്ങി വരുന്നു. ആരെ ഏൽപ്പിക്കുന്നു? മോശയെ ഏൽപ്പിക്കുന്നു. അപ്പം അതെങ്ങനെയാണ് കൊടുത്തതെന്നാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞു കൊടുക്കുമായിരുന്നു. മോശെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തരാം, നീ അങ്ങോട്ട് എഴുതുന്നു. എങ്ങനെ എഴുതി കൊടുത്തു? എന്തോത്തിലാണ് എഴുതി കൊടുത്തത്? എന്തോ കൊണ്ട് എഴുതി കൊടുത്തു? സ്വന്തം വിരലുകൊണ്ട് എന്തിലാണ് എഴുതി കൊടുത്തത്? കൽപ്പലകയിലാണ് എഴുതി കൊടുത്തത്. കൽപ്പലക എന്ന് വെച്ചാൽ സ്റ്റോൺ ടാബ്ലറ്റ്സ്. കൽപ്പലക എന്ന് വെച്ചാൽ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ വലിയ പാറയില്ലയോ, അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ പറയുന്നത് പാറയിൽ നിന്നും വെട്ടിയെടുത്ത പലക എന്ന് വെച്ചാൽ. ഈ പാറയിൽ നിന്ന് വെട്ടിയെടുക്കുക എന്ന് പറയുന്നത് സിമ്പിളാണോ? ഇങ്ങനെ പാളിയായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ദൈവം അടർത്തിയെടുത്തു. അപ്പോൾ എഴുതിയതിന് ആരെങ്കിലും സഹായത്തിന് വിളിച്ചോ? എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചോ? എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചോ? പിന്നെന്തുകൊണ്ടാണ് എഴുതിയത്? സ്വന്തം വിരലുകൊണ്ട്. ഇതിനെല്ലാം ഉണ്ടല്ലോ, ഈ തിയോളജിക്കൽ സ്റ്റഡീസിന് എപ്പോഴും ഒരു ആന്ത്രോപ്പോമോർഫിക് സ്റ്റൈലുണ്ട്. ആന്ത്രോപ്പോമോർഫിക് എന്ന് വെച്ചാൽ ഒരു മനുഷ്യകേന്ദ്രീകൃതമായ, മനുഷ്യ ഭാവമുള്ള വ്യാഖ്യാനമുണ്ട്. അപ്പം ദൈവം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പാറ ആരെങ്കിലും പൊട്ടിച്ചു കൊടുത്തതായിട്ട് പറയുന്നുണ്ടോ? മാലാഖമാരും എല്ലാം പൊട്ടിച്ചു കൊടുത്തോ? മോശയോട് പറഞ്ഞോ, എടാ നീ ആ കൂടം എടുത്ത് അതൊന്ന് പൊട്ടിച്ചു തരാൻ പറഞ്ഞു. പിന്നെ ആരാ പാലകയുമായിട്ട് വന്നത്? ആരാ വന്നത്? സാക്ഷാൽ ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കുക. 2 കൽപ്പലകയുമായിട്ട് വന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. വിരൽ കൊണ്ട് എഴുതി ആ ഒരു വലിയ പാറയുടെ പുറത്തോട്ടൊക്കെ കയറിയിരുന്ന ദൈവം ഇങ്ങനെ എഴുതുന്ന നോക്കിക്കേ. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ വലിയൊരു പഠിപ്പിക്കലുള്ളത്. ദൈവം ഇങ്ങനെ മടിത്തട്ടിൽ പാറ പലക എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് എഴുതുകയാണ്. മറ്റു വിരലുകൊണ്ട് എഴുതിയെന്നാണ് പറയുന്നത്. പാറയിൽ വിരലുകൊണ്ട് ആവർത്തിച്ച് എഴുതുമ്പോൾ എന്തോ സംഭവിക്കും? പാറയിലോട്ട് ഇങ്ങനെ കൈ ഉരച്ചു നോക്കിയാൽ എന്തോ സംഭവിക്കും? ദൈവമല്ലേ, അദ്ദേഹത്തിന് ഭയങ്കര ശക്തി. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ, അത് സത്യമാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു നൊമ്പരത്തിൻ്റെ അനുഭവം, ആ വേദനയുടെ അനുഭവം അറിയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ആഴത്തിൽ ചിന്തിക്കണം. പാറയിലൂടെ എഴുതുമ്പോൾ ദൈവത്തിൻ്റെ വിരല് മുറിയും. അപ്പം ദൈവം പേന എടുത്തില്ല, മഷി എടുത്തിട്ടില്ല, ചായക്കൂട്ടുകളൊന്നുമില്ല. വിരല് കൊണ്ട് എഴുതിയപ്പോൾ പൊടിഞ്ഞ ചോരയുടെ അനുഭവം. ദൈവം നമ്മൾ പറയുക, ഞാനല്ലാതെ അന്യത ഉണ്ടാകരുതേ ഒരു ടാബു സ്റ്റൈലിലുള്ള ചില കാര്യങ്ങൾ, വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയല്ല ദൈവം ചെയ്തത്. മറിച്ച് ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഹൃദയം പൊട്ടിയുള്ള ചോരയുടെ കളറിലാണ് എഴുതിയത്. നല്ലൊരു ചിത്രകാരൻ പടമൊക്കെ വരയ്ക്കുമ്പോൾ ചായത്തെ മുക്കി വരയ്ക്കുന്നത് പോലെ, തീർന്നു വരുമ്പോൾ അവസാന തുള്ളി ചോരയും പതിക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ ആ പാറയിൽ 10 കൽപ്പനകൾ അങ്ങോട്ട് എഴുതുകയാണ്. ഏത് ഭാഷയാണെന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അത് ഹീബ്രു ആണോ? നമ്മൾ ഓർത്തോണം, അതാ ദ ലാംഗ്വേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതാ ലാംഗ്വേജ് ഓഫ് ഗോഡ്, ദ ഓൾമൈറ്റി. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയും, ദ ഗോഡ് ഈസ് ഒംനിപൊട്ടന്റ് ആൻഡ് ഒംനി പ്രസന്റ് ആൻഡ് ദി ഒംനിഷ്യന്റ്. സർവശക്തൻ, സർവജ്ഞൻ, സർവവ്യാപി എന്നൊക്കെ പറയും.
പക്ഷെ ഇവിടെ ഓർത്തോണം, ആ ദൈവമാണ് ഇറങ്ങി വന്ന് വിരലുകൊണ്ട് 10 കൽപ്പനകൾ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നത്. എന്ന് ആലോചിച്ച് നോക്കിക്കോ, എന്ത് ഹൃദ്യമായിട്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മോശയ്ക്ക് കൊടുക്കുകയാണ്. ആ ചോരയുടെ നിറത്തിൽ ആ മോശയ്ക്ക് കാണാൻ പറ്റിയത്, നല്ല കടും ചുവപ്പ് നിറത്തിൽ മോശ അത് കാണുന്നു, ജനക്കൂട്ടത്തിന് കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഓർത്തോണം, നമ്മൾ ഈ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഓർത്തോണം, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ബൈ ദ ഹാൻഡ് ഓഫ് ഗോഡ് ദി ഓൾമൈറ്റി. നമ്മൾ ഓർത്തോണം. ഉറങ്ങല്ലോ, ആരും ഉറങ്ങിയേക്കില്ല. ഉറക്കം വരുന്നു ആർക്കെങ്കിലും? ആരും വീണരുത് കേട്ടോ, വീണേക്കരുത്. ഇപ്പം നമ്മൾ പറഞ്ഞ എന്തുമായിരുന്നു? ഉറങ്ങുന്നവരോട് ചോദ്യം ചോദിച്ചു കളയും കേട്ടോ. ആരെങ്കിലും ഉറങ്ങിയാൽ അവരോടായിരിക്കും പറയുന്നതിൻ്റെ ബാക്കി ചോദിക്കുന്നത്. പണ്ടൊരു അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ കുട്ടി വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ ഒരു പാമ്പെഴഞ്ഞ് കയറിപ്പോവുക. കേട്ട് കാണും നിങ്ങൾ. അതിങ്ങനെ പാമ്പെഴഞ്ഞ് ഇങ്ങനെ പോകുന്നു. നോക്കിയപ്പോൾ ഇതിങ്ങനെ മാളത്തിലോട്ട് കയറിപ്പോവാം. അപ്പോൾ സാറൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ സാറ് ചോദിച്ചപ്പം കുട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു, സാറേ, ഉള്ളതെല്ലാം എവിടെ കയറും? ആളെ കയറും, മാളത്തിൽ കയറും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അറിയാതൊക്കെ ശ്രദ്ധ മാറിപ്പോയില്ല കേട്ടോ. ഇതിങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ യഥാർത്ഥത്തിലൊരു പരീക്ഷണം നടത്തുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കിട്ടും എന്നറിയാൻ അച്ഛനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. കാരണം എങ്ങനെയൊക്കെ ഒന്നായി വരുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ പറ്റാവുന്നതിൻ്റെ ഒരു തുടർച്ചയെ പോവുക. ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കലുകളുണ്ട്. ചിലത് നമ്മൾ പറയത്തില്ലയോ, ചിലതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ചിലതൊക്കെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും, തല പൊക്കിക്കൊണ്ടിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും, കാറാട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് വല്ലത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങളെപ്പോലുള്ളവരെങ്ങനെ ജീവിക്കുന്നത്? ഒരു പ്രസംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു, ഷാജി അച്ഛൻ പ്രസംഗിക്കുന്നു, സുബിനച്ഛൻ പ്രസംഗിക്കുന്നു, ഞാൻ വരുന്നു. അവർ പറഞ്ഞു തന്നെ ആയിരിക്കും ഞാനും ചിലപ്പോൾ പറയുന്നത്. പക്ഷേ നമുക്കൊക്കെ മറവി ഉള്ളതുകൊണ്ട് മറവിയൊക്കെ അത്യാവശ്യമൊക്കെയാണ്. ഇച്ചിരിയൊക്കെ മറവി വേണം നമുക്ക്, എന്നാലേ പിടിച്ചു നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പുതിയ ആശയങ്ങളിലോട്ട് പോകും. അല്ലേ പറയുക, ഇപ്പോൾ അങ്ങോട്ട് വേദപുസ്തകം അങ്ങോട്ട് എടുത്തു, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് കാണാതെ പോയ ആടിൻ്റെ ഉപമയെക്കുറിച്ച് പറയാൻ പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ചാടി എടിയിട്ട് പണ്ടത്തെ അച്ഛന്മാരൊക്കെയാണ് എന്തോ പറയും, അച്ഛാ കാണാതെ പോയ ആടിനെക്കുറിച്ച് പണ്ട് ഇതുപോലെ വന്ന് വർഗീസ് അച്ഛൻ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, ചാക്കോച്ചൻ വന്ന് പറഞ്ഞു പണ്ട് തൊട്ട്, അല്ലെങ്കിൽ തേവോദോസോ സിനിമയിൽ ഉൾപ്പെടെ പറഞ്ഞു. അപ്പോൾ ആ തേവോദോസോ സിനിമേനും ചാണ്ടിയച്ഛനും പറയാൻ പോകുന്നതല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മറവിയൊക്കെ ആവശ്യം അല്ലയോ? അപ്പോൾ അതുകൊണ്ടെല്ലാം ഹൃദ്യമായിട്ട് ചിന്തിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വേറൊരു ലെവൽ വരെ എത്തുകയാണ്. അപ്പം സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇറങ്ങി വന്ന് നടത്തിയ ആ ഒരു സാക്രമെൻ്റൽ ആക്ടിവിറ്റി ഇപ്പോൾ അത് ഓർത്തോണം. ഇനി അത് ഒരു പഠനത്തിലേക്ക് പോകുകയാണ്. മനുഷ്യന് എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലാകണം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് പോകുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും ഓർത്തോണം, ആ ഒരു ഓരോ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും കൗദാശിക കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ഓർത്തോണം, ദൈവമേ, എൻ്റെ തമ്പുരാൻ്റെ ആ നൊമ്പരത്തിൻ്റെ അനുഭവമാണ് ഞാൻ വായിക്കുന്നത്. വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഓർത്തോണം, ഇതിനൊരു ചോരയുടെ മണമുണ്ട്. എന്തുകൊണ്ട്? ഒരു ത്യാഗത്തിൻ്റെ മണമുണ്ട്. അനേകരുടെ കഷ്ടപ്പാടിൻ്റെ അനുഭവമുണ്ട്. ശുശ്രൂഷകളിലൊക്കെ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ അനുഭവത്തോടു കൂടി നമ്മൾ മുൻപോട്ട് പോകണമെന്ന് പറയുന്നത്. ഞാനൊരു കൊച്ചു പാട്ട് പാടാം കേട്ടോ. നമ്മൾ ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് അതിലെ പുതിയ നിയമത്തിലെ ഒരു കാര്യം, നമ്മളുടെ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ് കേട്ടോ, പറയാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ടൊരു പാട്ട് പാടിയിട്ട് നമ്മളിന്ന് പാടിയിട്ട് തുടർന്ന് പോകാം. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ കന്യകാജനനത്തെക്കുറിച്ച് പറയുന്നത്, സ്ത്രീയിൽ നിന്ന് ശരീരമെടുത്ത നമ്മുടെ കർത്താവിൻ്റെ ദിവ്യാനുഭവം. അപ്പോൾ സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്കതിലേക്ക് വരാം. വിശുദ്ധ മാമോദീസായിൽ നമ്മൾ പാടുന്ന ഒരു പാട്ട്, അതായത് കൂക്കോയോ രാഗത്തിലുള്ള പാട്ടാണ്. പരിപാവന മാമോദീസ തിരുസഭയെന്നേവം. ശ്രദ്ധിച്ച് കേട്ടോടെ കേട്ടോ. അത് ചിലപ്പം 1.5 വിട്ട് സ്റ്റാൻസയൊക്കെ പാടുന്നതോട് നമ്മൾ അങ്ങനെ കേട്ട് കാണത്തില്ല. പരിപാവന മാമോദീസ തിരുസഭയെന്നേവം അഴകേറിടും സോദരിമാർ മറ്റെങ്ങമരുന്നു നവ്യാത്മീയ പൈതങ്ങളെയൊരുവൾ പെറ്റിടുന്നു മറ്റവൾ പോറ്റുന്നു മാമോദീസ ആത്മീയൻ ശിശുവിനെ നീരീന്നും പ്രസവിച്ചിടും സഭയതിനെ കൈക്കൊണ്ടർപ്പിക്കും ഹല്ലേലൂയ കർത്താവിൻ പക്കൽ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വളരെ നമുക്കറിയാവുന്ന നമ്മൾ പഠിക്കേണ്ട ഒരു പാട്ടാണ്. അതായത്
അഴകേറുന്ന 2 സഹോദരിമാരെ പറ്റി പറയുകയാണ് കേട്ടോ. ഏതൊക്കെയാന്നാ പറയുന്നത്? പരിപാവന മാമോദീസ തിരുസഭ എന്നേവം, അതായത് മാമോദീസായും വിശുദ്ധ സഭയുമാകുന്ന 2 അഴകുള്ള സഹോദരിമാർ, സുന്ദരിമാരായ സഹോദരിമാർ മറ്റെവിടെയുണ്ട്? മറ്റെവിടെയാ കാണാൻ പറ്റുന്നത്? എന്നിട്ട് പറയുകയാണ്, അതിലൊരുത്തി നവ്യാത്മീയ പൈതങ്ങളെ ഒരാൾ പ്രസവിക്കുന്നു. അതായത് മാമോദീസ ആത്മീകമായ തേജസ്സോടെ, ആത്മീകമായ അനുഭവത്തോടെ, പുതിയ ജീവന്റെ പ്രഭയോടെ ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുന്ന അവസ്ഥയാകുന്ന ആ ഒരു തലം പരിശുദ്ധ മാമോദീസ. രണ്ടാമത് പരിശുദ്ധ സഭയെ ഏൽപ്പിക്കുകയാണ്. മാമോദീസ എന്ന് പറയുന്നത് ഇവിടെ ഓർത്തോണം, ആ ഒരു മെറ്റഫോറിക്കൽ യൂസേജ് ഓർത്തോണം. അതൊരു വിശുദ്ധമായ കൂദാശയാണ്, വിശുദ്ധമായ കർമ്മമാണ്, അനുഭവമാണ്. അതിനെ മൂത്ത സഹോദരിയായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു സഹോദരി, ഇരട്ട സഹോദരിയായിട്ട് കാണുകയാണ്. അപ്പം നവ്യമായ ആത്മീയതയുള്ള ശിശുവിനെ മാമോദീസയിലൂടെ പ്രസവിക്കുകയാണ്. മാമോദീസയാകുന്ന അനുഭവമാകുന്ന ആ ചിന്താധാരയിലൂടെ നൽകുകയാണ്. ഇനി അടുത്തവൾ പോറ്റുകയാണ്, സഭയെ ഏൽപ്പിക്കുകയാണ്, സഭയെ സഹോദരിയായിട്ട് ഇവിടെ കാണുകയാണ്. എന്നിട്ട് മാമോദീസ ആത്മീയൻ ശിശുവിനെ നീരിന്നും പ്രസവിച്ചിടും. അതായത് നീരിലൂടെ, ആ ഒരു അനുഭവത്തിലൂടെ, ദിവ്യമായ അനുഭവത്തിലൂടെ ആത്മീയതയുള്ള ശിശുവിനെ, തലമുറയെ പ്രസവിക്കുന്നു. എന്നാൽ സഭയെ അതിനെ സ്വീകരിച്ചതിനെ വളർത്തുന്നു. അതുകൊണ്ട് ഒരാൾ പ്രസവിക്കുന്നു, മറ്റൊരാള് പോറ്റുന്നു, വളർത്തുന്നു. മനസ്സിലായോ? അതായത് നമ്മളുടെ അമ്മമാര് പ്രസവിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അതൊരു ഫിസിക്കൽ മദർ നമുക്കൊക്കെ വേണം. എന്നാൽ ഓർത്തോണം, മാമോദീസായും തിരുസഭയുമാകുന്ന ദിവ്യമായ ഒരു അനുഭവത്തിലൂടെ ഒരു ശിശു കടന്നു പോകുകയാണ്. ഒരുവള് പ്രസവിക്കുന്നു, മറ്റൊരുവള് പോറ്റുന്നു. അപ്പം നമ്മൾ ഓർക്കണം, മാമോദീസ കൂദാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം മാമോദീസ കൂദാശയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇതിലൊക്കെ സ്ത്രീകളുടെ റെലവൻസിനെ കുറിച്ച് ചുരുക്കത്തിൽ ഒന്ന് പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വേണേലും ഒന്ന് പറഞ്ഞേക്കും കേട്ടോ. ചുമ്മാ ചുരുക്കത്തിൽ തന്നേക്കും, കൂടുതൽ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തിക്കോണം. ഈ മാമോദീസയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം, പ്രത്യേകിച്ച് പറയാം. എന്താ സഭ മാമോദീസയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്? മാമോദീസയിലൂടെ പഠിപ്പിക്കുന്നത് എന്തുവാ? നിങ്ങളത് എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓർത്തോണം, ഒഫീഷ്യാലിറ്റി ഒത്തിരിയുള്ള ഒരു ലോകമാണ്. നിങ്ങളെ നോക്കി ഞാൻ ചിരിച്ചാൽ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കും, എന്നെ പൊക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളെ പൊക്കി പറയും, എന്നെ സഹായിച്ചാൽ ഞാനും നിങ്ങളെ സഹായിക്കും. ഇതല്ലേ ഒരു ലോകത്തിൻ്റെ ഒരു തലം. ഇതാ, ചിരിക്കാതിരുന്നാലും ദേഷ്യപ്പെട്ടാലും തിരിച്ച് നമ്മൾ കണ്ണാടി നോക്കി ചിരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അതേ അനുഭവം ഈ ലോകത്തിലും ഉണ്ടാകും. എന്നാൽ മാമോദീസയിലൂടെ ഒരു വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ സേവേറിയോസ് പിതാവ് മാമോദീസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പഠിപ്പിച്ചു, കൃത്യമായിട്ട് പഠിപ്പിച്ചു. അതെന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അഗമ്യമായ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തുല്യതയില്ലാത്ത ഒരു സ്നേഹം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് ദൈവത്തെ അറിയാൻ പറ്റുമോ? നമ്മൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞിന് നമ്മുടെ ഭാവം എന്താ അറിയത്തില്ല, പൊടിക്കുഞ്ഞ. അതിന് വിശ്വാസ പ്രമാണം അറിയത്തില്ല, വിശ്വസിക്കാൻ അറിയത്തില്ല, ഏറ്റുപറയാൻ അറിയത്തില്ല. ഇതൊന്നും ആർക്കറിയത്തില്ല? നമ്മളുടെ നോട്ടത്തിൽ ഒരു കുഞ്ഞിന് അറിയത്തില്ല. പക്ഷേ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഫോർമാലിറ്റി ജീവിക്കുക. അതായത് വലിയ തലം വേണം, ഒരു സ്വീകരണം കുറഞ്ഞാൽ പ്രശ്നം, പുകഴ്ത്തി പറയുന്നത് കുറഞ്ഞാൽ പ്രശ്നം. എന്നാൽ തന്നെക്കുറിച്ച് പൂർണ്ണമായി ഏറ്റുപറയാൻ കഴിവില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിൽ പോലും ആരിറങ്ങി വസിക്കുന്നു? ദൈവം ഇറങ്ങി വസിക്കുന്നു. അതായത് ഒഫീഷ്യാലിറ്റി ഇല്ലാതെ, ഔദ്യോഗികതകളൊന്നുമില്ലാതെ, സ്വാർത്ഥതയൊന്നുമില്ലാതെ കേവലം ഒരു പിഞ്ചു കുഞ്ഞിൽ പോലും ഇറങ്ങി വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് പിതാക്കന്മാർ എന്തിലൂടെ പഠിപ്പിക്കുന്നത്? മാമോദീസയിലൂടെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയത്തില്ലയോ, ചൂടെ കഴിയട്ടെ, പ്രായപൂർത്തിയാകട്ടെ, എന്നിട്ട് മാമോദീസ മുക്കാം, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ അങ്ങനല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ഓർത്തോണം, ദൈവത്തിന് ആ പിഞ്ചു കുഞ്ഞിൽ പോലും ഇറങ്ങി വസിക്കാൻ മനസ്സുണ്ട്, താല്പര്യമുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോണം. ചിലർ ചോദിക്കും, എടാ പ്രായമൊക്കെ ആയിട്ട്, പ്രായപൂർത്തിയായിട്ട് കുഞ്ഞിന് മാമോദീസ കൊടുത്താൽ പോരെ? നമ്മൾ വാക്സിനൊക്കെ കൊടുക്കാറുണ്ടല്ലോ. എത്രാമത്തെ മാസം തൊട്ട് വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങും? എത്ര മാസം തൊട്ട്? അതിനെങ്കിലും മറുപടി പറ, ഒന്ന് പറഞ്ഞു തന്ന്. ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ. അതുകൊണ്ട് പറയാം, എത്ര? 4 മാസം. പിന്നെ അതിന് മുമ്പ് കൊടുക്കാറുണ്ടോ? എത്ര മാസം? ഫസ്റ്റ് എപ്പോഴാ?
ഫസ്റ്റ് മന്തിൽ തൊട്ട് കൊടുക്കുക. ഞാൻ ജനിക്കുന്ന ഉടനെ അപ്പം ഫസ്റ്റ് മന്ത്. അതാണ് നമ്മുടെ ഈ ഇത് കേട്ടോ, പഠിപ്പിക്കലൊക്കെ അതാ. പറഞ്ഞു ഒന്ന് എണീറ്റ് പറഞ്ഞേ, എന്നെക്കാളും നിങ്ങളാ പറയണ്ട. ഇപ്പൊ ഒരാൾ പറഞ്ഞു ജനിക്കുമ്പോഴേ കൊടുക്കുമെന്ന് പറഞ്ഞു, കറക്റ്റ് ആണോ? അപ്പൊ ജനിക്കുമ്പോഴേ കൊടുക്കും, പോട്ടെ. അതിനു മുമ്പ് ആർക്ക് കൊടുക്കുന്നുണ്ട്? അമ്മയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കത്തില്ലയോ? ആദ്യം അമ്മയ്ക്കും കൊടുക്കും. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുഞ്ഞിന് 1-ാമത്തെ മാസത്തിൽ വാക്സിൻ കൊടുക്കുമ്പോൾ കുഞ്ഞിന് വാക്സിനെ കുറിച്ച് വല്ലതും അറിയാമോ? എന്തെങ്കിലും അറിയാമോ? അയ്യോ എനിക്ക് കൊച്ചിന് വാക്സിൻ അറിയാമോ, തിരിച്ചറിയാമോ എന്നൊന്നും നമ്മളാരും നോക്കത്തില്ലല്ലോ. 1-ാമത്തെ മാസത്തിലോ 3-ാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ ഓരോ സമയത്ത് കൊടുത്തോണ്ടിരിക്കും. അതിനാർക്കും ഒരു പരാതിയില്ല. ഇവിടുത്തെ പെന്തക്കോസുകാരനും പരാതിയില്ല, ഇവിടുത്തെ ആംഗ്ലിക്കൻസിനും പരാതിയില്ല, ഒരുത്തനും പരാതിയില്ല. ഇവിടെ മാമോദിസ കൊടുക്കുന്നതില്ല, കൊച്ചു ജനിക്കുന്ന ഉടനെ മാമോദിസ കൊടുക്കുന്നതിലാണ് എന്തോ പ്രശ്നം. കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് തിരിച്ചറിയാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെളിയിലോട്ടൊന്ന് കൊണ്ടുപോകണം. കൊച്ചു ജനിച്ചു കഴിഞ്ഞ് പിള്ളേരെയൊക്കെ ഇവിടുത്തെ പ്രസവമൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് വിടത്തില്ലയോ? അപ്പോൾ കുഞ്ഞിന് പാസ്പോർട്ടൊക്കെ വേണ്ടയോ? കുഞ്ഞിന് ഫോട്ടോ ഒക്കെ എടുക്കത്തില്ലയോ? എന്നാൽ കുഞ്ഞിന് ഫോട്ടോ എടുക്കാതിരിക്കുമോ? ആരെങ്കിലും പാസ്പോർട്ട് എടുക്കാതിരിക്കുമോ? ഇതെല്ലാം ഒരു പിഞ്ചു കുഞ്ഞിന് ആവശ്യമാണ്. അതുപോലൊരു കാര്യം ആലോചിച്ചോണം. കുഞ്ഞിന് അറിവ് കിട്ടണമെന്നോ വിവരം കിട്ടണമെന്നോ ബോധം കിട്ടണമെന്നോ ഒന്നും കാര്യമില്ല. പിന്നെ ഈ പ്രായത്തിലായിട്ട് നമുക്ക് സാമാന്യ വിവരമുണ്ടോ? എൻ്റെ കാര്യമോ പറയുന്നത് കേട്ടോ. നമുക്ക് ഏതാണ്ട് ബോധം ഉണ്ടായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ ലോകത്ത് നമ്മൾ പറയത്തില്ലയോ, തലച്ചോറില്ലാത്തവർ ഭരിക്കുന്നു, ഹൃദയമില്ലാത്തവർ ചിരിക്കുന്നു, പല്ലില്ലാത്തവർ പൊട്ടിച്ചിരിക്കുന്നു. പിന്നാണോ ഇവിടെ എന്നിട്ട് രുചി അറിയാൻ ഒരു രുചിയും അറിയത്തില്ലേലും വയറ് നിറച്ച് വെട്ടി വീഴുന്നു. പിന്നാണോ ഇന്നലെ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയാൻ പറ്റുന്നത്? നമ്മൾ ഹൃദയംഗമായിട്ട് ചിന്തിച്ചോടെ പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നമ്മൾ മരിച്ചാൽ പോലും നമുക്കറിയത്തില്ല, നമ്മുടെ മുമ്പിൽ കിടന്നാൽ പോലും അറിയത്തില്ല. കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ട് മാത്രം മാമോദിസ കൊടുക്കുക, കൂദാശ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? മരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ കിടക്കുന്നതേ ഉള്ളൂ, അത് യുഗാന്ത്യത്തോളം കിടക്കും. അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ഓർത്തോണം, നമ്മൾ കണ്ട കർത്താവല്ല. അതുകൊണ്ട് കൂദാശയിൽ പറയുന്നു, കൂദാശയിൽ പറയുന്നു, കർത്താവിനെ ആർക്കും അന്ന് എന്തോ പറയുന്നത്, വ്യവച്ഛേദിച്ചറിയാൻ പറ്റത്തില്ല, പഠിച്ചറിയാൻ പറ്റത്തില്ല. അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഓർത്തോണം പ്രിയമുള്ളവരെ, ഒരിക്കലും കർത്താവിനെ കുറിച്ച് പൂർണ്ണമായി പഠിച്ചിട്ട് കർത്താവിനെ സ്വീകരിക്കാമെന്ന് തോന്നിയാൽ പറ്റത്തില്ല. അപൂർണനായ മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ, അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, അവനെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഏറ്റു പറഞ്ഞോളും. വാഗൊണ്ട് ഏറ്റു പറയാൻ തക്കവണ്ണം ഒരു സന്താനത്തെ പ്രേരിപ്പിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, നമ്മളായിത്തീരുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞിന് എന്തോ ബോധം ഉണ്ടെന്ന് ചോദിക്കുമല്ലയോ. കുഞ്ഞിനെ നിങ്ങൾക്കറിയാം, ഒരു 2 മാസം 3 മാസമൊക്കെ ആകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ താലോലിക്കുന്നുണ്ടല്ലോ. കുഞ്ഞിന് സ്ഥിരമായിട്ട് എടുക്കുന്നവരെ, കുഞ്ഞിന് പ്രത്യേകിച്ച് അതിൻ്റെ അപ്പനും അമ്മയും അതിൻ്റെ കൊച്ചു പിള്ളേരും ഒക്കെ വരുമ്പോഴേ അതെന്തോ ഒരു ചിരിയാ. നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ വന്ന് കൈ നീട്ടി ഒന്ന് എടുക്കാൻ നോക്കുമെന്ന് വെച്ചു നോക്കുക. ആ കുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ അമ്മ ഇരിക്കുന്നു. അതിനറിയാം. നമുക്ക് ഓർക്കൂടെ ആ കൊച്ചിനെ അമ്മയെ അറിയാമെന്നോ? അങ്ങനെ ആണെന്നോ? അറിയത്തില്ലയോ? അറിയാമെന്ന് നന്നായിട്ട് അറിയാം. കൊച്ചു കുഞ്ഞിന് നല്ലപോലെ അറിയാം. നമുക്ക് അതിൻ്റെ സ്വന്തം അപ്പനെയും അമ്മയും തിരിച്ചറിയാൻ, വല്യപ്പനെയും വല്യമ്മയും തിരിച്ചറിയാൻ കൊച്ചിനറിയാമെങ്കിൽ അതിന് ജനനം കൊടുത്ത ദൈവത്തെ അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? കൊച്ചിന് നല്ലപോലെ അറിയാം. ഈ കൊച്ചു പിള്ളേരൊക്കെ രാത്രി കിടന്ന് ചിരിക്കുന്നത് കണ്ടുണ്ടോ നിങ്ങൾ? ഇപ്പം നമ്മൾ കിടന്ന് ചിലപ്പോൾ രാത്രി കിടക്കുക, തന്നെ കിടന്ന് ചിരിക്കുവാണെങ്കിൽ അടുത്തുള്ളവരും പറയും അവൻ എന്തോ കണ്ടിട്ട് ചിരിക്കുക. എന്താ ചിരിക്കുന്ന കാരണം? ആ ചിരി പല രീതിയിലാണ്. അത് വലിയ ഗാലോസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കൊലച്ചിരിയാണോ, ആക്കിച്ചിരിയാണോ, ഇന്നത്തെ ലൈഫിൽ എന്തെങ്കിലും കണ്ടിട്ടാണോ? ഇന്ന് ഞാൻ അവിടെ അച്ഛൻ്റെ കൂടെ പായസനയിലായിരുന്നു. അപ്പം ഞാൻ ആ വെളിയിലോട്ട് നോക്കി, ആ വെളിയിലേക്ക് ഒന്ന് ഒരു പുഞ്ചിരിയോടിരുന്നു. അച്ഛനപ്പം എന്നോട് ചോദിച്ചു, എന്തിനാ റമ്പാച്ചൻ ചിരിക്കുന്നതെന്ന്. ഞാനൊരു ചെറിയ പുഞ്ചിരിയോടിരുന്ന് കഴിഞ്ഞപ്പം അപ്പോൾ ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒരു ഓഫ് മൈൻഡിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ചുറ്റുവട്ടമൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് പതുക്കെ ഒരു പുഞ്ചിരി വന്നതാണ്, ഒരു ചെറിയ പുഞ്ചിരി. അപ്പോൾ ഉടനെ ചോദിച്ചു, എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ആലോചിച്ച് കൊള്ളണം പ്രിയമുള്ളവരെ, നമുക്കാണ് ചിരിക്കാൻ എന്തെങ്കിലും കാര്യം കാണും. ചില കാര്യങ്ങൾ ചിലപ്പോൾ ഓർത്ത് ന്യൂട്രലായിട്ടൊക്കെ നമുക്ക് ചിരിക്കും. വല്ലാതൊക്കെ ചിരിച്ചാലേ പ്രശ്നമുള്ളൂ. ഒരു പിഞ്ചു കുഞ്ഞിന് ചിരിക്കാൻ വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ പകൽ നടന്ന സംഭവത്തെക്കുറിച്ച് വല്ലതും ഉണ്ടോ? ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ AI വീഡിയോസ് ഒത്തിരി ഉണ്ട്. ഇപ്പം പിള്ളേരെയാണ് ഒത്തിരി AI വീഡിയോസിനകത്തേക്കുന്നത്. അടുത്തിടയ്ക്ക് കണ്ട ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കുക.
ഇന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി രസകരമായ വീഡിയോ ആണ്. ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് പകല് നല്ലപോലെ ഉറങ്ങണം, എന്നിട്ട് രാത്രിയിൽ എണീറ്റ് ഇരുന്ന് എല്ലാത്തിൻ്റെയും ഉറക്കം കളയണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഈ അടുത്തേക്ക് കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കാരണം കൊച്ചു പറയുന്നതായിട്ടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കുഞ്ഞ് രാത്രി കിടന്ന് ചിരിക്കുന്നത്, ചിലപ്പോൾ കരയുന്നത്. അപ്പം നമ്മൾ പണ്ടുള്ളവരെന്തോ പറയുന്നത് എന്തുമായിരുന്നു? നമ്മൾ പണ്ടുള്ളവരല്ല, പോട്ടെ, അന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തോ പറയുന്നത് എന്തുമായിരുന്നു? അവരും ചിരിക്കുന്നത് ആരെ കണ്ടിട്ടാണ്? മാലാഖമാരെ കണ്ടിട്ടാണ്. ഇനി കരയുന്നത് എന്തിനാന്ന് പറയും? എന്തിനാ കരയുന്നതെന്ന് പറയും? എന്തെങ്കിലും കൊതുപോലെ കുത്തിയിട്ടോ വല്ലോ ആയിരിക്കാം. എന്നാലും നമ്മളെന്തുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളെന്തുവാ പറഞ്ഞുകൊണ്ടിരുന്നത്? കേട്ടോ, ഇവരാരാണ്ട് മരിച്ചവരെ ആരാണ്ടേ കണ്ട്. ചിലർ ഈ അടുത്തേക്ക് ഒരാൾ പരാതി, അച്ഛാ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല, എനിക്ക് തോന്നുന്നു അമ്മച്ചി ഇതുപോലെ കാത്തിരിക്കുമായിരുന്നു, പക്ഷേ അമ്മച്ചി കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി, അമ്മച്ചി കാണാൻ വന്നതാണ്. എന്തുവാണെങ്കിലും അമ്മച്ചി കാണാൻ വന്നാൽ കുഞ്ഞിനെ ഒരിക്കലും കരയിപ്പിക്കത്തില്ല. കാരണം അമ്മച്ചിക്ക് എത്രയും നന്നായിട്ട് കുഞ്ഞിനെ എടുക്കാൻ അറിയാം. അവർക്ക് അതിനെന്തെങ്കിലും കാര്യങ്ങൾ കാണും. അപ്പോൾ ഈ കരയുന്നത് പോയിട്ട് ശാരീരിക അസ്വസ്ഥത കൊണ്ടാന്ന് പറയാം. പക്ഷെ ചിരിക്കുന്നത് സൈക്കോളജിസ്റ്റിനോ നമുക്കോ ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു തലമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം ആലോചിച്ചോണം. അവർ കാണുന്ന കാഴ്ചകളുണ്ട്, അവർ കേൾക്കുന്ന കാഴ്ചകളുണ്ട്. അറിവില്ലെന്ന് പറഞ്ഞ് നമ്മളെ സ്വന്തം അടുത്ത് നിൽക്കുന്നവരെയൊക്കെ അതിന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, അപരിചിതരെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, അപരിചിതരെടുക്കുമ്പോൾ കരയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യേക്കാൾ സോഫ്റ്റ് ആയിരിക്കും മറ്റൊരാൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ അവരുടെ കൂടെ ഇരുന്നാൽ പോരെ. അങ്ങനെ പോകത്തില്ല പല കുഞ്ഞുങ്ങളും. അതിന് അറിവുണ്ട്. അതുകൊണ്ട് അറിവില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ പരിശുദ്ധ സഭ പരിശുദ്ധ മാമോദീസായിലൂടെ ഒരു കുഞ്ഞിനെ ആത്മീകമായ അനുഭവത്തിലേക്ക് എടുക്കുന്നത്. കൂടുതൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പോയേക്കല്ലേ, അതും ഇതും പറയാൻ പോയേക്കല്ലേ. പോയി കഴിഞ്ഞാൽ നമ്മൾ അറ്റവും മൂലയില്ലാതെ പോകും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എടാ എൻ്റെ സഭ പഠിപ്പിക്കുന്ന മാമോദീസ കൂദാശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. ഒരു കുഞ്ഞിൽ പോലും ഇറങ്ങി വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം അതിൻ്റെ അകത്തിലുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു, വാക്സിനുകളും ഫോട്ടോയും പാസ്പോർട്ടും ഒക്കെ ഒരു പിഞ്ചു കുഞ്ഞിനെടുക്കാമെങ്കിൽ, മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ അതൊക്കെ ആവശ്യമാണെങ്കിൽ, സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഈ മാമോദിസായാകുന്ന ദിവ്യ പാസ്പോർട്ട്, മാമോദിസ ആകുന്ന ഡിവൈൻ വാക്സിൻ എൻ്റെ പിഞ്ചു കുഞ്ഞിന് ആവശ്യമാണ്. എൻ്റെ കുഞ്ഞിന് അറിവില്ലെന്നൊരുത്തിനും ചിന്തിക്കരുത്. എൻ്റെ കുഞ്ഞിന് അറിവില്ലെന്ന് ചിന്തിക്കരുത്. അത് മാലാഖമാരെ തിരിച്ചറിയും, അതറിയേണ്ടവരെയൊക്കെ തിരിച്ചറിയും. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓർത്തോണം, ഈ പറയുന്ന ഈ ഹിഡൻ വിസ്ഡം, ഹിഡൻ കോൺഷ്യസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഈ ചിലപ്പോൾ സമയത്തുണ്ടല്ലോ ഈ ഹിഡൻ വിസ്ഡം എന്നൊക്കെ പറയുന്നത് എന്തുവാണെന്നറിയാം. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഉറക്കമൊന്നും ആർക്കും വരുന്നില്ലല്ലോ, ആരും ഉറങ്ങിയേക്കില്ല കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ പോയാൽ മതി. കുറച്ച് കാര്യങ്ങൾ ഓർത്തോണം. ഈ ഹിഡൻ വിസ്ഡം എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ തന്നെ അങ്ങ് അത്ഭുതപ്പെടുത്തില്ല, അവിടെ ഇത് ഞാനാണോ എന്ന് ചിന്തിച്ചു പോവല്ലയോ, ഞാനാണോ കാരണം ചിലപ്പോൾ നമുക്ക് ഭയങ്കര ആശയങ്ങളാണ് കേട്ടോ. ചിലർ പറയത്തില്ല ഒടുക്കത്തെ ബുദ്ധിയായിരിക്കുമെന്ന് പറയത്തില്ല, ആരും പറയത്തില്ലെങ്കിലും എന്തോ പറയും, കോമഡിയായിട്ട് പറയത്തില്ല, ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും. ഭയങ്കര ആശയമാണ്, സത്യമാകട്ടോ. ഒരിക്കലും തോന്നാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നിക്കളയും. ആ സമയത്ത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ അങ്ങ് തോന്നുക നമുക്ക്. എന്ന് വെച്ചാൽ അതിൻ്റെ 10-1, ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ 10-1 പരീക്ഷ എഴുതാൻ എടുത്തിരുന്നെങ്കിൽ ഹൈ ഡിസ്റ്റിങ്ഷനോടെ നമ്മൾ പാസ്സായി പോയേനെ. ഇപ്പം പിള്ളേരെ പഠിപ്പിക്കാൻ നമ്മൾ കാണിക്കുന്ന തീവ്രത പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എടുത്തിരുന്നെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയേനെ നമ്മളൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു നമ്മൾ. ഇപ്പോൾ ഉറക്കമേ ഇല്ല. അപ്പം അന്ന് എന്ത് വെച്ചാൽ കൂടിരിക്കും. അപ്പോൾ ഈ ഹിഡൻ വിസ്ഡം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഹിഡൻ കോൺഷ്യസ്, എല്ലാ മനുഷ്യരിലും ഒരു സീക്രട്ട് നോളജ് ഉണ്ട്. എന്തുണ്ട്? ഒരു സീക്രട്ട് പവറുണ്ട്, ഒരു സീക്രട്ട് ഇൻ്റലക്റ്റ് ഉണ്ട്. ഇതിനെ ഒന്ന് ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെ ഒന്ന് ഊതി കത്തിക്കേണ്ടത് ആവശ്യം. ഈ കൂദാശയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു അനുഭവമാണ്. പണ്ടുള്ളവർ പറയും, ഒരു കുഞ്ഞിന് അസുഖവും പേടിയും ഭയവും രോഗവും ഒക്കെ വരുമ്പോൾ പറയും, മാമോദിസ മുക്കിക്കഴിഞ്ഞാൽ എന്തോ മാറിക്കോളും. ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും ഒന്നും അറിയത്തില്ലെങ്കിലും അപ്പച്ചൻ പറയും, അമ്മച്ചി പറയും, പേടിക്കണ്ട, മാമോദിസ മുക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറിക്കോളും. എന്തൊരു വിശ്വാസമാണെന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്പിരിച്വൽ ഹീലിംഗ് പവർ അതിനുള്ളത്. എന്താണ്? ഒരു സ്പിരിച്വൽ ഹീലിംഗ് പവറാണ്.
അതുകൊണ്ട് ആ പിതാക്കന്മാർ പറഞ്ഞത്, മാമോദീസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗക. എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? മാമോദീസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗകയാണ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ ലോകം എന്ന് പറയുന്നത് വലിയ കടല, വലിയ സമുദ്രമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഒത്തിരി പ്രതിസന്ധിയും അറിവില്ലായ്മയൊക്കെ ഉള്ളതാ, കഴിവില്ലായ്മയൊക്കെ ഉള്ളതാ. പക്ഷേ ഈ മാമോദീസ നാം ഏറ്റതുകൊണ്ട്, ആ വിശുദ്ധ മൂറോന്റെ മുദ്രയിട്ടതുകൊണ്ട് ഇതൊരു നൗകയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഇനി മാമോദീസയിലുള്ള കർമ്മങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് ഓർത്തു പോയച്ചാൽ മതി കേട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. ജലത്തിലുള്ള കഴുകലുണ്ട്. എന്തുകൊണ്ട്? അതായത് നമ്മൾ പറയത്തില്ലേ, വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. വെള്ളത്തിലുള്ള കഴുകലുണ്ട്. വെള്ളത്തിലുള്ള കഴുകൽ എന്ന് പറയുന്നത് വിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, അതായത് പശ്ചാത്താപത്തിന് വെള്ളത്തിലുള്ള കഴുകൽ, കണ്ണുനീര് കൊണ്ടൊരു മനുഷ്യന് രൂപാന്തരം വരുന്നതിന് മുൻപുള്ള, അതിനു മുൻപുള്ള ഒരു പശ്ചാത്താപത്തിന്റെ അനുഭവമാണ്. ദ പ്രീ ഡെസ്റ്റിനേഷൻ ഓഫ് കൺഫെക്ഷൻ, ദ പ്രീ സ്റ്റാറ്റസ് ഓഫ് ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ, ആ ഒരു വെള്ളത്തിലൂടെ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നു. ശാസ്ത്രം പോലും പറയുന്നു, ആദ്യം മനുഷ്യൻ രൂപപ്പെട്ടത്, അല്ല, ഏകകോശ ജീവി രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? വെള്ളത്തിൽ നിന്ന് രൂപപ്പെട്ടു എന്ന് പറയും. വെള്ളം, ആകാശവും ഭൂമിയും ഉണ്ട്, അതിനെയൊക്കെ മാറ്റിയിട്ടാണ് ദൈവവും മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ പറയുന്നില്ലേ, 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ മനുഷ്യൻ്റെ 24 മണിക്കൂർ വെച്ച് കണക്കാക്കിയിരിക്കരുത്. ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ദൈവം ആകാശം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ചൊവ്വാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ബുധനാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതല്ല ദൈവത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞേക്കുന്നത് എന്തുവാ? 1000 വർഷങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയും, പിന്നെന്തോ പറയുന്നത്, രാത്രിയുടെ ഒരു യാമം പോലെയും ഇരിക്കും. യാമം എന്ന് വെച്ചാൽ പഴയ കാലത്ത് 30 യാമം, 30 യാമംസ, ഒരു യാമാസ, ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂർ പോലും ഇല്ല യാമം എന്ന് പറയുന്നത്. അപ്പം 1000 ദിവസം എന്ന് പറയുന്നത്, മനുഷ്യന്റെ 1000 വർഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപിൽ ഒറ്റ ദിവസം എന്ന് വെച്ചാൽ 24 മണിക്കൂർ. അതല്ലെങ്കിൽ എന്തെന്നാ പറയുന്നത്? ഒരു യാമം പോലെ മാത്രം ഇരിക്കും എന്നാ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വർഷവും ദിവസവും നമ്മുടെ ദിവസവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഈ 1-ാം ദിവസം 2-ാം ദിവസം എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളുടെ ഈ 80 വർഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ എന്തോ കാണും? ഏതാനും മിനിറ്റുകൾ പോലും ഇല്ല കേട്ടോ. സമയത്തിൽ വ്യത്യസ്തമാണ്. ശാസ്ത്രവും പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഏകകോശ ജീവിയിൽ നിന്ന്, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്ന് ഗ്രാജുവലി ഉള്ള ഒരു വളർച്ച, ഘട്ടം ഘട്ടമായ വളർച്ച, അതിങ്ങനെ പതുക്കെ പതുക്കെ വരുന്നു. അങ്ങനെ മനുഷ്യന്റെ ഇതിനെക്കുറിച്ച് പോലും പറയുന്നു, സൃഷ്ടികളെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ഘട്ടം ഘട്ടമായ ഒരു വളർച്ചയുണ്ട്, ആ ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഇവിടെ നിങ്ങളും ഞാനും ഒക്കെ ഓർക്കേണ്ട ഒരു വലിയ കാര്യമാണ്, ഒരു ദൈവത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇതിനെല്ലാം ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വെള്ളത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത് ഒരു പശ്ചാത്താപത്തിന് മുൻപുള്ള പശ്ചാത്താപമാണ്, ഒരു വലിയ കഴുകല, ഒരു ഡിവൈൻ വാഷിങ്. വീണ്ടുമുണ്ട് അഭിഷേക തൈലം. മൂറോനുമുണ്ട് അഭിഷേക തൈലവുമുണ്ട്. ഈ അഭിഷേക തൈലം എന്ന് പറയുന്നത് പഴയ രാജകീയ പുരോഹിത വർഗത്തിന് കൊടുക്കുന്ന അവകാശമാണ്. ഒരു വലിയൊരു ഓർഡിനേഷൻ സെറമണിയാണ്, ഒരു കൊറോണേഷൻ സെറമണിയാണ് അവിടെ നടക്കുന്നത്. ഒരു രാജാവിനെ വാഴിക്കുമ്പോൾ തൈലമൊഴിക്കും, പഴയ നിയമം തൊട്ടുണ്ട്. അല്ലെങ്കിൽ പദവിയിലേക്ക് കയറുമ്പോൾ തൈലമൊഴിക്കും. അത് ശുദ്ധീകരണത്തിന് വേണ്ടിയാ, അഭിഷേക തൈലമാ. നമ്മളെ കുറിച്ച് പറയുന്നത് എന്തുവാ? നിങ്ങളോ 1 പത്രോസ് 2:9 പറയുന്നത് എന്തുവാ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ അത്ഭുതങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, ഹോളി കാസ്റ്റ്, പിന്നെ സ്വന്തം ജനം, ഓൺ പീപ്പിൾ. അപ്പം ഒരു പദവിയുണ്ട്. ആ പദവിയിലേക്കുള്ള ഒരു അഭിഷേകം അവിടെ നടത്തുന്നത് മൂറോന്റെ അഭിഷേകം. മൂറോൻ അഭിഷേകം എന്തിനു വേണ്ടിയാ? ഏദൻ തോട്ടത്തിൽ മനുഷ്യനായിരുന്നപ്പോൾ അവനൊരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനാ, ഈ മൃഗങ്ങൾക്കെല്ലാം പേരിട്ടതാരാ? മനുഷ്യനാ. ദൈവമാണോ പേരിട്ടത്? ദൈവബുദ്ധിയോടെ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് മൃഗങ്ങൾക്ക് പേരിട്ടു. അവരുടെ കൂടെ ചിരിച്ചു കളിച്ച് നടന്നു.
പക്ഷെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? മൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളായി. അതുവരെ തോളോട് ചേർന്ന് വന്ന സിംഹവും കടുവയും ഒക്കെ മനുഷ്യനെ കണ്ടാല് കൊല്ലാൻ തുടങ്ങുക. അപ്പൊ ദൈവത്തിന്റെ സുഗന്ധം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സുഗന്ധം, അതുകൊണ്ടാണ് പറയുന്നത് മിശിഹായുടെ പരിമളവാസന. ഓർത്തോണം, ദ ഡിവൈൻ ഫ്രാഗ്രൻസ് ഓഫ് മിശിഹ, ദ ഡിവൈൻ ഫ്രാഗ്രൻസ് ഓഫ് ഗോഡ്. മിശിഹ എന്ന് വെച്ചാൽ മിശിഹായുടെ പരിമളവാസനയാണ് അവിടെ നൽകപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഹൃദയംഗമായിട്ട് പ്രിയമുള്ളവരെ ചിന്തിച്ചോണം, മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ദിവ്യമായ സുഗന്ധം ഈ മൂറോൻ അഭിഷേകത്തിലൂടെ നേടിയെടുക്കുകയാണ്. ദൈവം അത് തിരിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു പുത്രത്വ പദവി കൊടുക്കുക. വീണ്ടും ഓർത്തോണം, വിശ്വാസം ഏറ്റുപറയിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ സാത്താനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കേണ്ടത് ആരെയാണ്? വെറുക്കേണ്ടത് ആരെയാണ്? സാത്താനെയാണ്. ഏറ്റുപറയുന്നത് ആരെയാണ്? മിശിഹായെ ഏറ്റുപറയുകയാണ്. അപ്പൊ മിശിഹായെ ഏറ്റുപറയുമ്പോൾ ആരെയൊക്കെയായി ഏറ്റുപറയുന്നത്? പ്രവാചകന്മാരില്, അപ്പോസ്തോലന്മാരില്, ശ്ലൈഹിക വിശ്വാസത്തില്, സഭാ പാരമ്പര്യത്തിലൊക്കെയുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നു? അപ്പൊ അത് കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ കർത്താവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റുപറയുകയാണ്. അപ്പം ശിശുവിന് വേണ്ടി നമ്മൾ ഏറ്റുപറഞ്ഞാലും ഏറ്റുപറയാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ വളർത്തേണ്ടതും നമ്മുടെ ദൗത്യമാണ്. ഇനി കിരീടം ധരിപ്പിക്കുന്നു. കിരീടം ധരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കൊക്കെ അറിയാം, ഇന്ന് ഗ്രാജുവേഷന്, പണ്ട് ഡിഗ്രി കഴിയുമ്പോൾ ഗ്രാജുവേഷൻ സെറിമണി ഉണ്ടായിരുന്നു, അല്ലയോ? ഇന്ന് LKG UKG കഴിയുമ്പോൾ അന്നേരം ഒരു സെറിമണി ഉണ്ട്. 4ാം ക്ലാസ് കഴിയുമ്പോൾ വേറൊന്നുണ്ട്, 7ാം ക്ലാസ് കഴിയുമ്പോൾ വേറൊന്നുണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ അന്നേരമുണ്ട്. എല്ലാം ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ്, ഇന്നിന്ന പദവികളിൽ എത്തിക്കണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് സഭ ഒരു സ്വപ്നം കാണുകയാണ്. എന്തോ കിരീടമാ ധരിപ്പിക്കുന്നത്? എല്ലാ കിരീടത്തിന്റെ മുകളിലുള്ള വിജയത്തിന്റെ കിരീടം ആര് ധരിപ്പിക്കുകയാണ്? സഭ ധരിപ്പിക്കുകയാണ്. മനസ്സിലായോ? എന്താ ഈ ഹോളി ബാപ്റ്റിസം എന്ന് പറയുന്ന ആ ശുശ്രൂഷയുടെ അർത്ഥമെന്ന് ഉള്ളത് മനസ്സിലായോ? ചുമ്മാതെ നമ്മൾ വെറുതെ പറഞ്ഞു പോകരുത്. അത് ഹൃദയംഗമായിട്ട് പഠിച്ചു വേണം. ആ വിശുദ്ധമായ കിരീടം ധരിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ എല്ലാ കിരീടവും നഷ്ടപ്പെട്ടു പോകും. പോസ്റ്റ് ഗ്രാജുവേഷൻസ് എത്ര എടുത്താലും, PhD എടുത്താലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപരിപഠനം നടത്തിയാലും ഇതൊന്നും പ്രയോജനപ്പെടത്തില്ല. ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനപ്പുറമായി ലോകാന്ത്യത്തോളം നിലനിൽക്കുന്ന ഒരു കിരീടമാണ് സഭ പ്രതീക്ഷയോടുകൂടി നൽകുന്നത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകപ്പെടുന്നു. അപ്പം മാമോദിസ എപ്പോഴും ഒരു കാര്യം ആലോചിച്ചു വേണം. ഒരു ഘട്ടം ഘട്ടമായ, ആരും ഉറങ്ങാൻ പാടില്ല കേട്ടോ, ഉറങ്ങരുതാരും. ആത്മാവൊക്കെ ജഡീകമാണ്, ഉറങ്ങിപ്പോകും. അപ്പം ഘട്ടം ഘട്ടമായൊരു വളർച്ചയിലേക്ക് ഈ കൂദാശയിലൂടെ എത്തുകയാണ്. ഞാൻ അത്ഭുതപ്പെടും. എന്തുവാണേലും മുഖത്ത് നോക്കി നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. 80% പേരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തുവാണേലും ഇഷ്ടപ്പെട്ടിട്ടാണെന്നോ അതോ റംബാച്ചൻ എന്തോ പറയുന്നതെന്ന് ഓർത്തിട്ടാണോ ചിരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. കൂടെ എവിടാക്കിയ പേപ്പറിനകത്താക്കുമെന്ന് ഞാൻ ചോദിച്ചില്ല. എവിടാന്നാ ഏലിയാസ് സിനിമേനി എപ്പോഴും പറയുന്ന പോലെ ബുക്കിനകത്താന്നോ അല്ലെങ്കിൽ പേപ്പറിനകത്താന്നോ എന്നൊന്നും ചോദിക്കുന്നില്ല. എവിടായെന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായാൽ മതി എന്ന് ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായാൽ മതി. അപ്പം പരിശുദ്ധമായ ആ ഒരു ദിവ്യ കൂദാശയിലൂടെ പോകുകയാണ്. ഇനി സ്ത്രീകളായ നിങ്ങൾക്ക് ഈ കൂദാശയിൽ അത് നിങ്ങളുടെ ലൈഫിൽ അത് ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നത്? അപ്പം മാമോദീസായെക്കുറിച്ചും സാക്രമെൻസിനെ കുറിച്ചും ബിബ്ലിക്കലായിട്ടും തിയോളജിക്കലായിട്ടും പട്രിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശ? നിങ്ങൾ തന്നെ പറയണം. ഓരോരുത്തരെ കൂടി ചോദിപ്പിക്കണോ എങ്ങനെയാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശ? അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അത് നിങ്ങൾക്ക് പ്രയോജനമായി മാറുന്നത്? ഈ കൂദാശകൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രയോജനമാകുന്നു? അതാരാ പറയേണ്ടത്? സ്ത്രീകൾക്ക് എങ്ങനെ ആകുന്നു എന്ന് ആര് തന്നെ പറയണം? സ്ത്രീകൾ തന്നെ അല്ലയോ പറയേണ്ടത്? അല്ലയോ അമ്മച്ചി, അല്ലയോ ആൻറ്റി? സ്ത്രീകൾ തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനം? ഇപ്പം മാമോദീസ കൂദാശ നിങ്ങൾ അമ്മച്ചിക്ക് ആൻറ്റിക്ക് എത്ര മക്കളുണ്ട്? എത്ര കുഞ്ഞുങ്ങളുടെ മാമോദീസ കഴിഞ്ഞു? ഒന്ന് എണീറ്റിരുന്നേ. ഈ കൂദാശ എങ്ങനെ അനുഭവമായിരുന്നു പറഞ്ഞു? ചിരിച്ചു. ആ ചിരിയിലെല്ലാം ഉണ്ട്. പറഞ്ഞു
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് തിരിച്ചു പറഞ്ഞത്. മമ്മൂദിസ മക്കളെ സഭയിൽ ഏൽപ്പിക്കുന്നു. സഭ അവരെ മമ്മൂദിസ മുക്കി വളർത്താൻ വളരെയധികം. മൂത്ത മോൻ അച്ഛനാണ് ഓർത്തഡോക്സ് സഭയിൽ. അച്ഛനും മോനുണ്ടായി ഭയങ്കര കരച്ചിലായിരുന്നു. റംബാച്ചൻ പറഞ്ഞ പോലെ മമ്മൂദിസ മുക്കിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ മാറി നല്ലതായിട്ട് വന്നത്. ദൈവത്തിന്റെ സഭയിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു, സഭയുടെ അംഗമാക്കി. ഞാൻ എൻ്റെ കൊച്ചിനെ സഭയിലേക്ക് ഏൽപ്പിച്ചു. മുമ്പേ പറഞ്ഞതുപോലെ മാമോദിസായാകുന്ന ഒരു അമ്മയുണ്ട്, സഭയാകുന്ന അമ്മയുണ്ട്. ഞാൻ അങ്ങ് ഏൽപ്പിച്ചു. ഇനി ആര് വളർത്തിക്കോളും? എൻ്റെ സഭ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കോളും. കറക്റ്റ് ഇരുന്നോ മാമി? കറക്റ്റ്. എനിക്കൊരു പോയിന്റ് കിട്ടി, ഒരാശയം കിട്ടി. അതായത് നമ്മളൊക്കെ, ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാമേ. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ, ഇച്ചിരി പ്രായമുള്ള ഒരാൾ കേട്ടോ. സമയമുണ്ട്, 8 സമയമുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവർ 7-8 പിള്ളേരാണ് കേട്ടോ. 7-8 പിള്ളേരായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആ മനുഷ്യൻ്റെ പിതാവ് കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് വന്ന് താമസിക്കുക. അപ്പം വളരെ പാവങ്ങളാണ്. ഇവിടെ വല്യപ്പനും വല്യമ്മയൊക്കെ ഉണ്ട്. അവരൊക്കെ വയ്യാതായി കഴിഞ്ഞു. ഈ പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേർ ഞാൻ പറഞ്ഞില്ല 7-8 പിള്ളേരാണ്. അപ്പോൾ ഈ പിള്ളേരെ വളർത്തണം. അപ്പോൾ ഈ മനുഷ്യനെ അപ്പൻ കൂലിപ്പണിക്ക് പോവുകയാണ്. അമ്മയും എന്തെങ്കിലുമൊക്കെ കൊച്ചു പണിയൊക്കെ അയ്യത്തും പറമ്പിലും ഒക്കെ ഉണ്ട്. പഴയ കാലമാണല്ലോ, വളരെ ബുദ്ധിമുട്ടായി. 7-8 എണ്ണത്തെ വളർത്തിയെടുക്കണം. എല്ലാ ദിവസവും വന്നിട്ട് ഈ അപ്പൻ വന്നിട്ടുണ്ടല്ലോ, സന്ധ്യയ്ക്ക് മുമ്പേ വരും. എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ട് വരണം. സന്ധ്യയ്ക്ക് വേദപുസ്തകമൊക്കെ വായിച്ച് പാട്ടുപാടി നമ്മുടെ കാനോനിക പ്രാർത്ഥനകളൊക്കെ ചെല്ലും. പാമ്പാക്കുട നമസ്കാരമൊക്കെ എടുത്തു വെച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. ഇതിനെല്ലാം ശേഷം ആ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് ആ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വാചകമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ മക്കളായിട്ടങ്ങ് വളർത്തിയേക്കണം. കാരണം ഈ പിള്ളേരെല്ലാം പഠിച്ചങ്ങോട്ട് വരിക. അപ്പോൾ ഇവരെ പഠിപ്പിക്കണം, പൈസ ഇല്ല, ജോലിയില്ല, കൂലിയില്ല, പഠിപ്പിക്കാൻ വിടാനുള്ള നിവൃത്തികേട് ഭയങ്കരം. അപ്പോൾ ഉടനെ പ്രാർത്ഥിക്കുക. ഇന്നതാക്കണമെന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല. എന്തേ പ്രാർത്ഥിക്കുന്നുള്ളൂ? എൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ കുഞ്ഞുങ്ങളായിട്ടങ്ങ് വളർത്തിയാൽ മതി, ഞാൻ അങ്ങ് ഏൽപ്പിക്കുക. ആ പിതാവ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം, ആ അപ്പച്ചൻ്റെ മക്കളെ ഞാൻ എന്നോട് പറഞ്ഞ സഹോദരങ്ങളെല്ലാം ദൈവം തമ്പുരാൻ്റെ കരുണ കൊണ്ട് നല്ല ലെവലിലെത്തി. ആ മനുഷ്യന് പഠിപ്പിക്കാൻ വിടാൻ കാശില്ല, ആരും സഹായിക്കാനില്ല. അറിയാമല്ലോ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളർന്നു വന്നവർക്കൊക്കെ അറിയാം എന്തോ ചെയ്യാൻ പറ്റും. കെട്ടിച്ചു വിടാനുള്ള കാശില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. 5, 6, 7 പെൺമക്കളൊക്കെ തന്നെയുണ്ട്, അല്ലെങ്കിൽ നിവൃത്തികേട് ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ പറയുമ്പോൾ ഒന്ന് ഒരാളുടെ കൂടെ കയറിപ്പോയി, മറ്റവളുടെ കൂടെ കയറിപ്പോയി, മൂന്നാമത്തോൾ അങ്ങനെ പോയി. നാട്ടുകാർ കുറ്റം പറയും. പക്ഷേ ആരൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ദൈവം തമ്പുരാൻ ആരെയും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയ സത്യം. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവർ മറ്റ് ജാതിക്കാരെ കല്യാണം കഴിച്ചെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മളെക്കാളും നല്ല വിശ്വാസികളായിട്ട് അവരുടെ ജീവിത പങ്കാളികളെ അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ് കേട്ടോ. നല്ല വിശ്വാസികളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർത്തോണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഓർത്തോണം. ഈ കൗദാശിക കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാ. ഞാൻ എൻ്റെ കൊച്ചിന് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഭരണം കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവമേ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ ആരുടെ കയ്യിൽ തരികയാണ്. അതുകൊണ്ട് ഓർത്തോ, എന്ത് ചെറുപ്പം തൊട്ട് തുടങ്ങുകയാണ്, മാമോദീസ തൊട്ടങ്ങ് തുടങ്ങുക, ദൈവ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമേ, നീ അങ്ങ് ഏറ്റോണം. ആരേറ്റോണം? എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം എനിക്ക് പുറകെ നടക്കാനൊന്നും പറ്റത്തില്ല. നീ ഏറ്റോണം. ഇതിലൂടെ നിങ്ങൾ പഠിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഒന്നാമത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരാൾ എണീറ്റ് വന്നു. ഈ കൂദാശയിൽ നമ്മുടെ സഭകൾക്ക് പിൻമക്കളെ ഇതിൽ വളർത്താൻ അങ്ങനെ പോകുന്നു, ദൈവത്തിൽ ഭരണിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് അതാണ്, ഒരു ഡിസിപ്ലിൻ. നമ്മൾ മുമ്പേ പറഞ്ഞില്ലയോ, ഇതെങ്ങനെയൊക്കെയാ നിങ്ങളുടെ ജീവിതത്തിൽ, ഇത് ഏതൊക്കെയാ കേട്ടോ. ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ആ രണ്ടാമത്തെ ആ ഒരു അനുഭവം മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനിലേക്ക് വരികയാണ്. ഇത് ഏതൊക്കെ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കാം, ഏതൊക്കെ രീതിയിൽ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൗദാശിക കാര്യങ്ങളിലൂടെയൊക്കെ കിട്ടും. പലപ്പോഴും നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചോണം കേട്ടോ. നമ്മൾ ചിലരൊക്കെ ഉണ്ട്, നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയത്തില്ലേ, ഹിന്ദു സ്ത്രീകളുടെ കാര്യമൊക്കെ പറയത്തില്ലയോ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച്
അമ്പലത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? നല്ലപോലെ കുളിച്ച് എന്തോ മുടിയുടെ അറ്റത്തൊക്കെ ഒരു പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ തൊട്ട് അല്ലെങ്കിൽ ചന്ദനമൊക്കെ ഇട്ട് അവർ പോകുന്ന അവരുടെ ഒരു രീതിയുണ്ട്. നമ്മുടെയൊക്കെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാർത്ഥനയാണെങ്കിലും ആ കർമ്മമാണെങ്കിലും പലപ്പോഴും ഉറക്കപ്പായെന്ന് എഴുന്നേറ്റ് ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു അനുഭവമാണ് കേട്ടോ. ഉറക്കപ്പായെന്ന് എഴുന്നേറ്റ് ആ വാട മനുഷ്യനോട് മിണ്ടാൻ നമുക്ക് മടിയാണ്. വർദ്ധാനം പറയുമ്പോൾ വാ കഴുകിട്ടേ പോകത്തുള്ളൂ. പക്ഷേ വാ കഴുകാതെ ആരോട് പോയി പറയും? ദൈവമേ എന്ന് നീട്ടി വിളിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഒരു ഡിസിപ്ലിനാണ് കേട്ടോ. ഈ കൗദാശിക ജീവിതം എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡിസിപ്ലിനാണ്. അല്ല നമുക്ക് ഇപ്പം തന്നെ നമ്മൾ പള്ളിയിൽ വന്ന് നിൽക്കുന്നു. പള്ളിയിൽ വന്ന് നിൽക്കുമ്പം നിങ്ങൾക്ക് ഈ കണ്ടമാനം അലയ്ക്കാൻ പറ്റുമോ? ഗ്ലോറി ഗ്ലോറി ഹാല ഹാല എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇവിടുത്തെ രീതി എന്താണോ അതിനുള്ള മറുപടിയേ ഉള്ളൂ. ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ ഇരിക്കുന്നവർക്ക് തോന്നും എനിക്ക് അതിനേക്കാൾ ഉറക്കെ അലയ്ക്കാൻ തോന്നും. പറ്റുമോ? ഇല്ല. ഞാൻ ഈ അത്ഭുതപ്പെടാറുണ്ട്. ഈ ഹാല ഹാല എന്നൊക്കെ പറയാം. എടാ നീ ഹല്ലേലൂയ എന്നങ്ങ് ഉറക്കെ പറയും, നല്ലപോലെ പറ. അതിന് പകരം ഹാലാന്നേ പറയത്തുള്ളൂ. തമ്പുരാനെ പോലും അത് പറയാൻ കഴിവില്ലാത്തവൻ, പറയാൻ മനസ്സില്ലാത്തവൻ ഒരു കോമഡി ഷോ പോലെ അങ്ങ് മാറ്റിവിടുകയാണ്. അപ്പോൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകുകയാണ്. ഇനിയും ബാക്കിയുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ആരായിരിക്കുന്നു പറയുന്നത്? ഓരോ എണീറ്റ് പറഞ്ഞു. ആർക്കാ പറയാനുള്ളത്? ബൈക്ക് എന്നാ കൊടുത്തോ, ഒരു കൊടുത്തേ. ഒന്ന് ആക്റ്റീവായിട്ടൊന്നിരുന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടോ എന്ന്. രണ്ടുപേരും അവരാശയങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ഓർത്തോ, മാമോദിസയായി, കുർബാനയായി, ഇപ്പം അതിലായി. അതിലൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്ക് വല്ലതും കൊടുത്തു തന്നു. അപ്പോൾ എല്ലാവരും പറയും ആരാ ചെറുപ്പക്കാരല്ലെന്ന് പറഞ്ഞ വിഷയം. അതെ, എന്താ വേണ്ട, ആർക്കെങ്കിലും കൊടുക്കുക, കിട്ടുന്നവർക്ക് കൊടുത്തു. ഈ ഒരു കോമഡി ഞാൻ വായിച്ചിട്ടുള്ളത്, ഒരു തേങ്ങാ കച്ചവടക്കാരൻ്റെ അടുക്കലേ ഒരു രണ്ട് പെൺപിള്ളേർ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ കച്ചവടക്കാരൻ കരിക്ക് കൊടുക്കുക. അപ്പം അവൾ ചോദിച്ചു എത്ര രൂപയായി? അവൻ പറഞ്ഞു 250 രൂപ. 250 രൂപയോ? അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു ഓ നിങ്ങൾ വളരെ സുന്ദരി, അതുകൊണ്ടാണ് നിങ്ങളോട് 250 രൂപ ചോദിച്ചത്. അവൾ ഭയങ്കര സന്തോഷത്തോടെ 250 കൊടുത്തു. അടുത്തവൾ നിൽപ്പുണ്ട്. അവളോട് ചോദിച്ചു, അവൾ പൈസ കൊടുക്കാൻ നേരം പറഞ്ഞു എത്ര രൂപയായി? ഓ 50 രൂപയായിട്ടുള്ളൂ. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകാൻ പേഴ്സിൽ നിന്ന് 500 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അവളെക്കാളും സുന്ദരിയാണ് ഞാൻ. മറ്റവൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ? 250. ഇപ്പം 500 രൂപ ഞാനാ സുന്ദരി എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് പ്രായം നോക്കണ്ട, ആർക്കെങ്കിലും കൊടുത്തു വെച്ചാൽ. അടുത്ത ആരാ? അമ്മാമ്മി ഒന്ന് എഴുന്നേറ്റ്, ആൻറ്റി ഒന്ന് എഴുന്നേറ്റ്. എന്തെങ്കിലും പറഞ്ഞു. എന്താണ് ഈ കൂദാശകളിലൂടെ കിട്ടിയ ഒരു അനുഭവം? എന്താണ്? നിങ്ങളെല്ലാം സ്ത്രീകളല്ലേ, അപ്പം ഞാനത് പറഞ്ഞാൽ ശരിയാകുമോ? നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് പറഞ്ഞു? ഏത് കൂദാശ? ബാപ്റ്റിസം ഏതെങ്കിലും? അല്ല, ഞാൻ ചോദിച്ചത് ഏത് കൂദാശ? സാക്രമെന്റ്സ്, there are many sacraments. മാമോദിസ. എത്ര മക്കളുണ്ട്? 2. മാമോദിസ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ 2 പേരും കഴിഞ്ഞു. അപ്പൊ ഇവരെ ഈ മാമോദിസ നമുക്ക് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ്? നമ്മുടെ പിള്ളേരെ മാമോദിസ പറഞ്ഞു. ഫോർമാലിറ്റി ഒന്നുമില്ല ആൻറ്റി, സന്തോഷത്തോടെ പറഞ്ഞു. നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുവാണ്. കഴിഞ്ഞു. നമ്മുടെ കൊച്ചിനെ ആ കൂദാശയിലൂടെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു അമ്മ മനസ്സിൽ so that they will lead a disciplinary life. കഴിഞ്ഞു. ഓക്കെ, അതിവിടെ പറഞ്ഞു. ഇനി അടുത്ത എന്തെങ്കിലും അവരൊരു അത് കറക്റ്റാണ്, ഒരു ഡിസിപ്ലിനറി ലൈഫിൽ അവർ ഡിസിപ്ലിൻ ലൈഫ്. അടുത്തത് അതിൽ കൂടെ എന്താ ഒരു അനുഭവമാണ് കണ്ടത്? ഈ കുഞ്ഞുങ്ങളെയൊക്കെ മാമോദിസ നമുക്ക് കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് അതിൽ കൂടെ ഉണ്ടായൊരു ഇതെന്തുമായിരുന്നു? കുഞ്ഞിൻ്റെ മാമോദിസ കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഉണ്ടായൊരു ഫീലിംഗ് പോസിറ്റീവായിട്ട് പറഞ്ഞു. നമ്മൾ മാമോദിസ മുക്കി നമ്മൾ ദൈവത്തോട് അടുക്കുവാണ്. ഓക്കെ, കറക്റ്റ്. ആ ഒരു ആശയം മതി എനിക്ക്. അപ്പോൾ ഈ കൂദാശയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു ദൈവസന്നിധിയിലുള്ളൊരു സബ്മിഷനുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട്. അതോടൊപ്പം തന്നെ എന്തുവന്നാ പറഞ്ഞത്? ദൈവത്തോടെ നമ്മൾ അടുക്കുകയാണ്. കുഞ്ഞിനെ മാമോദിസ മുക്കിക്കൊണ്ട് വീട്ടിലോട്ട് വരിക, അല്ലയോ? അച്ഛൻ എന്തോ പറയും, ആദ്യം എന്തോ പറയുന്നത്? എന്തുവാ? 3 ദിവസത്തേക്ക്, പഴയ 7 ആയിരുന്നു, 3 ദിവസത്തേക്കെങ്കിലും മറ്റുള്ളവർക്കൊന്നും കൊടുത്തേക്കല്ലേ. ഇട്ട വസ്ത്രമൊക്കെ നല്ലപോലെ കഴുകി ആരും ചവിട്ടാത്തടത്ത് വെള്ളം ഒഴിച്ചോണം. ഇതൊക്കെ എന്തിനാ ഈ പറയുന്നതെന്നറിയാമോ?
മാമോദിസ ഈ തങ്ക കുഞ്ഞാടിനെ എന്നല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾ പൊന്നെ പൊടിയെന്നൊക്കെ പറയത്തുള്ളൂ അല്ലയോ. ഈ തങ്ക എങ്ങനെ വെച്ചാൽ പാട്ട് ബാക്കി എങ്ങനെയായിരുന്നു? കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭേ, ഈ തങ്ക കുഞ്ഞാടിനെ നീ. നമ്മൾ തങ്കക്കുടം എന്നൊക്കെ പറയത്തില്ലേ കേട്ടോ, അതിനേക്കാളൊക്കെ മേളിലാണ് പറഞ്ഞേക്കുന്നത്. ഈ തങ്ക കുടത്തെ പാവനസഭയെ നീ ഏൽക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ മാമോദിസ മുക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണ്, നമ്മളൊരു ഒരുക്കമില്ലയോ. അതിനു മുമ്പ് പറയും തല തൊടുന്നവർ അപ്പനും അമ്മയും കുമ്പസാരിക്കണം, പിന്നെ തല തൊടുന്നവർ അവർ കുമ്പസാരിക്കണം, നേരത്തെ വന്ന് കുർബാന അനുഭവിക്കണം. നമുക്ക് തന്നെ ഒരു ഒരുക്കം അവിടെ നടക്കുകയാണ്. അതുമാത്രമല്ല, കുഞ്ഞിനെ പണ്ടുള്ളവർ പറയും ഇവിടെ കുഞ്ഞിനെ മാമോദിസ മുക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇവിടെ കുഞ്ഞു മാമോദിസ മുങ്ങി, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും അതിനൊരു വലിയ ചേഞ്ച് അവിടെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കറിയാമല്ലയോ, കുഞ്ഞെ അവിടെ കട ഇവിടെ കടന്ന് പറഞ്ഞാൽ വല്ല നടക്കുമോ? എങ്ങനെ ചെയ്യണം? കുഞ്ഞിനോടൊപ്പം മുട്ടുമേൽ എഴയണം, ആന കളിക്കണം. അതുകൊണ്ട് നിങ്ങൾ പല മുതിർന്നവരും നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ പിള്ളേരെ അടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വല്യപ്പനും വല്യമ്മയായപ്പോഴേ ഭയങ്കര കോമഡിയാണ് നടക്കുന്നത് വീട്ടിലല്ലയോ. പിള്ളേരെന്തോക്കെ കളികളാണ് കളിക്കുന്നത്. അപ്പോൾ പല പിള്ളേരും പറയും, ദൈവമേ എൻ്റെ അപ്പനാണോ എൻ്റെ അമ്മയാണോ ഈ കാണിക്കുന്നതൊക്കെ. പണ്ട് ഒന്ന് പറഞ്ഞാൽ അന്നേരം അടി തരുന്നതാണ്. അന്ന് നിങ്ങൾ ജീവിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് പിള്ളേരെ ഒരു കുഞ്ഞുങ്ങളെ ആരെങ്കിലും മക്കളങ്ങോട്ട് അടിക്കുക കഴിഞ്ഞാൽ ചെവിക്ക് പിടിച്ചാലോ വഴക്ക് പറഞ്ഞാലോ നിങ്ങളെന്തോ പറയും? കുഞ്ഞിനെ അടിക്കുന്നോടാ, എന്തിനാണ് അടിക്കുന്നതെന്നാണ് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത്, അപ്പനും അമ്മയും ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയും, അയ്യോ എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ, പണ്ട് ചവിട്ടിയിട്ടുണ്ട്, തൊഴിച്ചിട്ടുണ്ട്, ചോദിച്ചത് തന്നിട്ടില്ല. അപ്പോൾ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചാണ് അല്ലയോ, ഒരുപാട് മാറ്റമാണ്. അപ്പോൾ കൊച്ചിനോടൊക്കെ ഒരു മനുഷ്യന് നന്നാകാനുള്ള ചില സമയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഒരു മനുഷ്യൻ രൂപപ്പെടാൻ, മുൻകോപമൊക്കെ ഉപേക്ഷിക്കാൻ കൊച്ചുങ്ങളെ വളർത്തുന്നു, കുഞ്ഞുങ്ങളോടായിത്തീരുന്നു. അപ്പോൾ ഒരു കൗദാശിക കർമ്മത്തിലൂടെ ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കി നമ്മളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ, നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമ്മൾ തന്നെ ശുദ്ധീകരിക്കപ്പെടുക കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പറയത്തില്ലേ ലിറ്റേർജി ആഫ്റ്റർ ദി ലിറ്റേർജി. എല്ലാ കൂദാശകൾക്കും ശേഷം ഒരു അനുഭവമുണ്ട്. എല്ലാ കൂദാശകൾക്കും ശേഷം ഒരു അനുഭവമുണ്ട്, അതിന് തുടർന്നുള്ള ഒരു അനുഭവം. ഓക്കെ, 3 പോയിന്റുകൾ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമുക്ക് തന്നെ തോന്നുകയാണ് ഈ കൂദാശ കഴിയുന്നതോടുകൂടി, അതേത് കൂദാശയാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒരു സമർപ്പണം അങ്ങ് നടത്തുകയാണ്, ഒരു സബ്മിഷൻ നടത്തുകയാണ്. 2, ഞാനൊരു ഡിസിപ്ലിനിൽ വളരണം. എന്തോ വളരണം? എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. 3ാമത് പറഞ്ഞു, പാറ്റി നമ്മളോട് പറഞ്ഞതുപോലെ എന്തുവാ, നമുക്കൊരു ചേഞ്ച് ഉണ്ട്, ഒരു റിവൈവൽ ഉണ്ടാകണം. മനസ്സിലായില്ലയോ? നമ്മൾ തന്നെ മാമോദിസ മുക്കിയ കുഞ്ഞിനെ എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനപ്പം ഇച്ചിരി വൃത്തി വേണം, വെടുപ്പ് വേണം, നല്ലതായിട്ട് ജീവിക്കണം. നമുക്ക് തന്നെ തോന്നത്തില്ലയോ? ഇതിനെ എടുക്കുമ്പം നമ്മൾ ഓർക്കടാ പുറജാതികളുടെ കീഴിൽ കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പം പുറജാതികൾ എന്ന് പറഞ്ഞവരെല്ലാം നമ്മുടെ സഭയല്ലാത്തവരെല്ലാം മോശക്കാരാന്നർത്ഥമാണോ? പക്ഷേ നമ്മൾ യഥാർത്ഥം അത് സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പുറജാതികളുടെ കയ്യിൽ കൊടുക്കരുത്. ഈ മാമോദിസ മുക്കി ആ മൂറോൻപേരുടെ തുണി കഴുകിക്കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ വീണ്ടും പഴയ പോലെ പോയാൽ നമ്മൾ ആരായിട്ട് മാറും? നിങ്ങൾ തെറി വിളിക്കുന്നവരാണെങ്കിൽ, മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മളാ തൊടാതിരിക്കേണ്ടവർ. മനസ്സിലായോ? നമ്മളാ തൊടാതിരിക്കേണ്ടവർ, നമ്മളാ പറയാതിരിക്കേണ്ടവർ. ഇനി അടുത്ത ആൾ പറഞ്ഞിട്ട്. ഒത്തിരി സന്തോഷമുള്ള നിമിഷമാണ്. തിരുശരീര രക്തം എൻ്റെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാൻ. കറക്റ്റ്. ഓക്കെ, ഇരുന്നു. അതൊരു നമുക്ക് നെക്സ്റ്റ് പോയിന്റാണ്. നമ്മൾക്ക് കിട്ടുന്ന ഒരു ജോയസ് എക്സ്പീരിയൻസ്. അതിലൊരാശയം നിങ്ങൾ കേട്ടോ, ഞാൻ അനുഭവിച്ച തിരുശരീര രക്തങ്ങൾ എന്ന് വെച്ചാൽ, ഞാനെന്ന് വെച്ചാൽ എൻ്റെ എത്രയോ പൂർവികരായിട്ട്, നമ്മളെല്ലാം ഓർത്തഡോക്സുകാരാണല്ലോ, കല്യാണം കഴിച്ചുകൊണ്ട് വന്നവർ എന്നെങ്കിൽ തന്നെ ഓർത്തോ. അത് മാർത്തോമായെന്ന് വന്നവരും കത്തോലിക്കെന്ന്, മലങ്കര കത്തോലിക്കെന്ന് വന്നവരും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രഡീഷനിൽ നിന്ന് പോയിട്ടുള്ളതാണ്. സീറോ മലബാർ എല്ലാം പഴയ കാലത്ത് മാർത്തോമാ ക്രിസ്ത്യാനികളാണ്. അപ്പം എൻ്റെ പൂർവികരനുഭവിച്ച ആ സന്തോഷം, വിശുദ്ധമായ അനുഭവം ആരിലേക്ക് കൊടുക്കുകയാണ്? എൻ്റെ കുഞ്ഞിലേക്ക് കൊടുക്കുക. ഒരമ്മ, ഒരു വനിത, നമ്മൾ ആലോചിച്ച് വേണം, നിങ്ങളൊരു കുഞ്ഞിന് എന്തുവാ പറയുന്നത്, ഒരു ഫീഡിങ് ചെയ്യുന്നു. ആ ഫീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രം കൊടുത്തതല്ല, നിങ്ങൾ അനുഭവിച്ച, നമ്മൾ ഓരോരുത്തരും കുടിച്ച ആ ഒരു മുലപ്പാലിൻ്റെ അനുഭവം, അവരനുഭവിച്ച അനുഭവം, അതിനേക്കാൾ വലിയൊരു അനുഭവമാണ്
ശുശ്രൂഷയിലൂടെ, ഈ കൂദാശയിലൂടെ ഞാൻ അനുഭവിച്ച അനുഭവം ആരുടെ പോകുകയാണ്? എൻ്റെ കുഞ്ഞിലൂടെ തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അതൊരു തലമുറയിലേക്ക് വിടുകയാണ്. ഈ കൂദാശകളുടെ എല്ലാം അടിത്തറയെന്ന് പറയുന്നത് അതാ. ഞാൻ അനുഭവിച്ച, നമ്മൾ ആലോചിച്ചോണം, കൊച്ചിലേ തൊട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും കൈ പിടിച്ച് പള്ളിയിൽ വന്നു. നിങ്ങളെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ചെവിക്ക് പിടിച്ചിട്ടുണ്ട്, ഭക്ഷണം തരാതിരുന്നിട്ടുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം അതാ. ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, എടാ എൻ്റെ പൂർവികർ എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ, എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ പോയി ധൂപപ്രാർത്ഥന നടത്തുമായിരുന്നല്ലോ, കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, എൻ്റെ അപ്പച്ചൻ ഇന്ന പോലെ ചെയ്യുമായിരുന്നല്ലോ. ഇത് എൻ്റെ തലമുറയും കൂടി സ്വീകരിക്കുന്നു. അപ്പോൾ ഓർത്തോണം, ഒരമ്മ മനസ്സിൻ്റെ പ്രത്യേകത അത്. ഇത് നിങ്ങൾ ഓരോ ആശയങ്ങളായിട്ട് നിങ്ങൾ തന്നെ രൂപപ്പെടുത്തിക്കോണം കേട്ടോ. അപ്പോൾ ഒന്നാമത് പറഞ്ഞ് എന്തുവായിരുന്നു? നമ്മൾ ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അത് മാമോദീസയാകട്ടെ, വിശുദ്ധ കുർബാനയാകട്ടെ, എന്തുമായിക്കോട്ടെ, കുർബാനയെക്കുറിച്ച് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞോളാം, എങ്കിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇത് ദൈവസന്നിധിയിലേക്ക് അങ്ങ് ഏൽപ്പിക്കുകയാണ്. എടാ, ഒരു വലിയൊരു ശക്തിയായിട്ട് ഏൽപ്പിക്കുകയാണ്, ഒരു സബ്മിഷൻ നടത്തുകയാണ്. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ, എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവത്തെ ഏൽപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞതൊരു ഡിസിപ്ലിൻ ലൈഫ്, എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം, ഒരു അച്ചടക്കം ഉണ്ടാകണം. മൂന്നാമത് പറഞ്ഞു നമുക്കൊരു റിവൈവൽ ഉണ്ടാകണം, ഒരു റിവൈവലിസം ഉണ്ടാകണം. ഒരു കൂദാശ നടത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും, എടാ എൻ്റെ കുഞ്ഞിനെ വളർത്താൻ തക്കോണം ഞാനും അതിനനുസരിച്ച് വളരണം. നാലാമത് പറഞ്ഞ് എന്തുവായിരുന്നു? എടാ ഞാൻ ഈ അനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നത്, എന്നിലുള്ള സന്തോഷം, എടാ നിങ്ങളൊന്ന് ആലോചിച്ചോണം. ഒരമ്മയാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ഒരമ്മയാകുമ്പോൾ കിട്ടുന്ന സന്തോഷം നിങ്ങൾക്കറിയാം. ഇന്ന് പലരും പറയും കല്യാണം വേണ്ട, ഇപ്പോഴേ പിള്ളേർ വേണ്ട, കുറേ കഴിയട്ടെ, ചൂടൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറയും. പക്ഷെ അമ്മയാകുമ്പോൾ കിട്ടിയ സന്തോഷം, എൻ്റെ കുഞ്ഞിൽ കുർബാന അനുഭവിച്ചെന്ന് കാണുമ്പോൾ, മാമോദീസ മുക്കിയെന്ന് കാണുമ്പോൾ, അതിന് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ, ഇപ്പം ഒന്ന് ആലോചിച്ചു, ഒരാൾ ഏത് പദവിയിലെത്തിയെന്ന് വിചാരിച്ചു. ഒരു മാതാപിതാക്കളുടെ കുഞ്ഞ് ഒരച്ഛനാകുക, അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക വൈകാരിക ഭാവമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലായി നിങ്ങളൊരു അധ്യാപകരാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരു അധ്യാപകനായിട്ട് മാറുക, നിങ്ങൾക്കൊരു സന്തോഷമില്ലയോ? ഒരു ഡോക്ടറാകുക, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആകുക, ഒരു ബിസിനസ് മാഗ്നറ്റ് ആകുക, എന്തെങ്കിലും. ഇനി ജോലി ഇല്ലാത്തവർ, അപ്പോൾ നമ്മൾ ചിന്തിക്കോടാ, ഞാൻ കൊച്ചു ജോലി കഴിഞ്ഞതാ, ഞാൻ സ്വീപ്പറായും മറ്റു പല കാര്യങ്ങൾ ജോലി ചെയ്തു, ജോലി ഇല്ലാതിരുന്നു, പക്ഷെ എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടുമ്പോൾ എന്ത് സന്തോഷം! അതിനേക്കാൾ വലിയ സന്തോഷമാണ് കൂദാശാനുഭവം തലമുറയ്ക്ക് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പം 4 കാര്യമായി ബാക്കിയൂടെ പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് എഴുന്നേറ്റോ. ആ എഴുന്നേറ്റോ. ഐഡന്റിറ്റി കിട്ടും, സഭയുടെ ഒരു ഐഡന്റിറ്റി. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള വേൾഡില്ല. അപ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? നമുക്കൊരു അഡ്രസ്സ് കിട്ടുക. നമ്മൾ ചിലപ്പം പറയത്തില്ലയോ, തോറ്റ് കിടക്കുന്ന ഒരാൾക്ക് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ കിട്ടുന്നത്? ഒരു വലിയ സന്തോഷം, ഞാൻ ജയിച്ചു. അതുപോലെ തന്നെ ഒരു അഡ്രസ്സ് കിട്ടുകയാണ്. ആരുടെ മകൻ എന്നുള്ള മകൾ എന്നുള്ള അഡ്രസ്സാ? The precious Son of God the Almighty, precious Son of Jesus, precious Son of that Holy Trinity. നമുക്കൊരു കൂദാശയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്രസ്സ് അതാ, ഒരു പേഴ്സണാലിറ്റിക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് അതാ. നമുക്കൊരു ഐഡന്റിറ്റി കിട്ടുകയാണ്. എന്തോ കിട്ടുന്നു? നമുക്കൊരു സ്പെഷ്യൽ ഐഡന്റിറ്റി. ഇതുവരെ ഒരു അഡ്രസ്സ് ഇല്ലായിരുന്നു. നമ്മൾ പറയത്തില്ലേ, പണ്ട് നമ്മളെക്കുറിച്ചൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നു, എടാ ഒന്നുമില്ലാത്ത അപ്പൻ്റെ മക്കളെന്ന് പറഞ്ഞിരുന്നു, അല്ലയോ? പണ്ട് പലപ്പോഴും സമൂഹം നമ്മളെ അങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. ആ മുട്ടക്കച്ചവടക്കാരൻ്റെ മോനെ. ഇന്നും പലരും ഓർത്തോ, സമൂഹത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലരെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ദൈവം അവരെ വളർത്തി വലുതാക്കി നല്ല പദവികളിലൊക്കെ എത്തി. ചില നാട്ടിൽ ചെന്ന് ചിലരെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ചുമടെടുപ്പുകാരൻ്റെ മോനായിരുന്നു, അവൻ്റെ വലിയപ്പൻ ചുമടെടുപ്പുകാരനാണ്. എന്ത് മാന്യതയാണ്! പക്ഷേ ചുമടെടുപ്പ് അതിൻ്റെ മാന്യതയാണ്. അയാൾ അധ്വാനിച്ചു. അല്ലെ കോഴിക്കച്ചവടമായിരിക്കാം, അല്ലെ എന്തെങ്കിലും ചെറിയ ജോലിയായിരിക്കും. പക്ഷേ ആ ഒരു മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ഒരു വ്യക്തി ഒരു പുതിയ സ്റ്റാറ്റസിലോട്ട് വരുമ്പോൾ ഇനിയും അവനൊരു ചുമടെടുപ്പുകാരനല്ല, മറിച്ച് ആരാ? അവൻ ഡോക്ടറോ കളക്ടറോ മിനിസ്റ്ററോ ആരെങ്കിലുമാണ്. കൂദാശകളിലൂടെ നമുക്ക് കിട്ടുന്നതാ. അതുവരെ നമുക്ക് ഓർത്തോണം, നമ്മൾ പറയത്തില്ല, അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. എവിടെയായിരുന്നു? ഉറക്കം വരുന്നില്ലല്ലോ.
ഇല്ല, നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. എടാ, നമ്മുടെ ഇനിയും ഓർത്തോണം, ഇതുകൊണ്ട് നിർത്തിയേക്കരുത് കേട്ടോ. നിങ്ങൾ ഇനിയും പറഞ്ഞ് ഇനിയും ബാക്കി കാര്യങ്ങളോടൊക്കെ പഠിക്കാൻ തക്കോണം മുന്നിട്ട് വരണം. എനിക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുകയാണ് ഈ ലോകത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ കൂദാശകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലിയ കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും പദവികളിലായിരിക്കുന്നവരും ഒന്നുമല്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കുഞ്ഞ് മാമോദീസ മുക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൂദാശ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മമാരെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു എന്തോ കിട്ടി, ഒരു വലിയ ഐഡൻറ്റിറ്റി. ആരുടെ മക്കൾ എന്നുള്ള ഐഡൻറ്റിറ്റി ഇവിടെ ലോകത്തിലെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ ഡോക്ടറാണ്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഡോക്ടറുടെ മോളെന്നോ, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് മാഗ്നറ്റിൻ്റെ മകനെന്നോ ടീച്ചറിൻ്റെ മോളെന്നോ ഒന്നും വേണ്ട. ആരുടെ കുഞ്ഞായി? ദൈവത്തിൻ്റെ മകൻ. ഒരു ഐഡൻറ്റിറ്റി അവിടെ കിട്ടി. ഇനി ആർക്കാ പറയാനുള്ളത്? ഇവിടെ ഇവിടെ അച്ഛ ഇവിടെ ഇവിടെ കണ്ടോ, ഇപ്പോൾ ഒത്തിരി പേര് പറയാനുണ്ടല്ലോ. കൊള്ളാം, ഗുഡ്. പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ. അതെ, അതൊരു പോയിന്റ്, അതൊരു ആശയമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാ. നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടല്ലേ. ഈ നമ്മൾ ഓർത്തോണം, ഒരു ഡിപ്രഷൻ നമുക്കില്ലേ പലപ്പോഴും. മുമ്പേ ഒരു ആശയം അതിനോട് ചേർന്ന് ഒരു ഡിപ്രഷനുണ്ട്, നമുക്കൊരു ഭയമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു, മുമ്പേ പറയത്തില്ല, ഇതാ പറയുന്ന ഒരു സ്പിരിച്വൽ എനർജിയാണ്. നമ്മൾ പറയും, ഒരു മൊബൈൽ ചാർജ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തോ കൊടുക്കും, എന്തോ ചെയ്യും, ചാർജ് ചെയ്യും, ഇല്ലയോ? ഒരു ചാർജിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൃദയംഗമായിട്ട് ഓർത്തോണം, കൗദാശികമായി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് അതാ, ഒരു വലിയ സ്വാധീനം അതാ. ആരിൽ നിന്നുള്ളൊരു വിമോചനം? The liberation from the evil spirit, liberation from the satanic influences. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിമോചനം, അത് നമ്മൾ അനുഭവിക്കുക, അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പറയത്തില്ലയോ പണ്ടത്തെ ഒരു പാട്ട്, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ചേർന്നൊന്ന് പാടിക്കേ, അറിയാവുന്നവരൊക്കെ ഒന്ന് പാടിക്കേ. ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെന്നെ കടന്നുപോയി, സംഹാരദൂതനെന്റെ. ഒരാളൂടെ പറയാനുള്ളത് പറഞ്ഞാട്ടെന്ന്. It helps them to grow in our faith and belief. Yeah, pardon? It helps our children to grow in our faith and belief. Yeah. നമ്മുടെ വിശ്വാസത്തിലും ഫെയ്ത്ത് ആൻഡ് ബിലീഫ്, വിശ്വാസത്തിലും നമ്മളുടെ പാരമ്പര്യത്തിലും വളർത്തുവാൻ തക്കവണ്ണം നമ്മൾ കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ നമ്മളൊരു കാര്യം ഇവിടെ സബ്മിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കൊരു വലിയ പ്രത്യാശയാണ്, ഇനിയും പേടിക്കണ്ട. ഇനി നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് നമുക്കറിയാമല്ലോ, എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തഡോളജി മാത്രമാണോ? ഇപ്പം വായിക്കണമെന്ന് പറയുന്നു, ഇപ്പം മൊബൈൽ നിങ്ങൾക്കുണ്ട്, ഏത് വേണേലും നമുക്ക് കാണാം, അല്ലയോ? പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ആ ഒരു സിലബസ് ചേഞ്ചിലേക്ക് പോവുകയാണ്. മനസ്സിലായി? ഒരു സ്പെഷ്യൽ സിലബസ് നമ്മൾ കൊടുക്കുക. അതിലെ ആ പ്രധാനപ്പെട്ട കോർ പോയിന്റ് അതാ, ഒരു സ്പെഷ്യൽ സിലബസ് നമ്മൾ കൊടുക്കുക. എടാ, എൻ്റെ സഭയുടെ പാരമ്പര്യമാണ്, അതുകൊണ്ട് അത് തെറ്റിപ്പോകത്തില്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കർത്താവിൻ്റെ നാമമാണ്. ഒരു നല്ല സിലബസ്, ഒരു ഡിവൈൻ സിലബസ്. ആ ഒരു ഡിവൈൻ സിലബസിലും ഡിവൈൻ വേസിലും നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴിത്താര നമുക്ക് കിട്ടുക. ഇനി ബാക്കി എല്ലാവരും ഹോംവർക്കായിട്ട്, നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഇട്ടേക്കും കേട്ടോ, എല്ലാവരും തന്നെ. നിങ്ങൾ പ്രത്യേകിച്ച് ഫോർഗിവ്നെസ് ഓഫ് സിൻസ്, ഓക്കെ, പാപത്ത്, അത് നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ചർച്ച ചെയ്തു. അപ്പം എല്ലാവരും ഒരു കാര്യം ഓർത്തോണം, ഈ കൂദാശകളിലൂടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, അത് നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് എടുത്തോണം. നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇതിന് ശേഷം കിട്ടിയ കുടുംബത്തിൽ കിട്ടിയ മാറ്റങ്ങൾ. അപ്പോൾ ഇതൊരു 4-5 പോയിൻ്റായിട്ട് നിങ്ങളെല്ലാം. സെക്രട്ടറി ആരാ? ശ്രീസമായ സെക്രട്ടറി ആരാ?
ആൻറ്റിയ, എല്ലാവരും ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. പേപ്പറൊക്കെ തന്നിട്ടുണ്ടല്ലോ അച്ഛൻ, ഒരു ഹോംവർക്കായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ഏതൊക്കെ രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ തിയോളജി പരമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, അത് ഹിസ്റ്റോറിക്കലി അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരു 5 പോയിൻ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും നിങ്ങളത് കൃത്യമായിട്ട് എഴുതി നിങ്ങളത് സെക്രട്ടറി ഏൽപ്പിക്കണം. സെക്രട്ടറി അത് അച്ഛൻ്റെ കൊടുത്തോളും കേട്ടോ, നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കിരിക്കട്ടെ. രണ്ടാമത് വളരെ പെട്ടെന്ന് പറയുക, വിശുദ്ധ കുർബാന, റിക്കൺസിലിയേഷൻ അതിനോട് ചേർന്നുള്ള കാര്യമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾക്കറിയാം, നമ്മൾ പാടാറുണ്ട്, അനുഭവിച്ചിടുന്നോർക്ക അനുഷ്ഠിക്കുന്നീ കുർബാന. ഒരു കുർബാന എന്ന് പറയുന്ന ദിവ്യ അനുഭവത്തെക്കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ദൈവം മനുഷ്യനാകുക എന്ന് പറയുന്നത് വിശുദ്ധനായ അത്തനേഷ്യസ് പിതാവ് പറഞ്ഞത് മനുഷ്യനെ ദൈവികരാക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യനെ ദൈവികരാക്കാൻ വേണ്ടി. ദൈവം മനുഷ്യനായതും മനുഷ്യനെ ദൈവികരാക്കാൻ വേണ്ടി. യേശു തമ്പുരാൻ യഥാർത്ഥത്തിൽ ഈ ക്രൂശ് മരണവും നൊമ്പരങ്ങളും സഹിച്ചത് അവൻ കുർബാനയാകാൻ വേണ്ടി. മരിച്ചവരെ ഉയർപ്പിക്കാൻ കർത്താവ് പീഡ സഹിച്ചു. തളർവാദിയെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ക്രൂശ് മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നീ എഴുന്നേക്കെന്ന് പറയുക, ബാലെ എഴുന്നേൽക്ക്, അവൾ എഴുന്നേറ്റു. ലാസറെ പുറത്തു വരിക, അവൻ പറഞ്ഞു. പക്ഷെ കുർബാനയാകാൻ വേണ്ടി അവൻ ക്രൂശ് മരണം പ്രാപിച്ചു. കർത്താവ് എവിടെയാ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് പറയുന്നത്? വിരിച്ചൊരുക്കപ്പെട്ട സെഹ്യോൻ മർക്കോസിന്റെ മാളികയിൽ, ആ സെഹ്യോൻ മാളികയിൽ ഡെക്കറേറ്റഡ് മാൻഷൻ. നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, കർത്താവ് ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും പോയില്ലയോ? പൊതുവിൽ നിന്ന് പ്രസംഗിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, മറുരൂപത്തിന്റെ അനുഭവത്തിൽ വലിയ കുന്നിലേക്ക് പോയി. പക്ഷെ കുർബാന സ്ഥാപിച്ചത് വിരിച്ചൊരുക്കിയ മാളികയിലേക്കാണ്. വിരിച്ചൊരുക്കിയ മാളികയിൽ അതിൻ്റെ മനോഹരമായ വസ്ത്രവും ധരിച്ചുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നല്ലോ, നെസിബിയൻ ഹിംസിലെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, കർത്താവ് ധരിച്ച വസ്ത്രത്തെക്കുറിച്ച്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളൊരു കാര്യം ചിന്തിച്ചോണം, നമ്മളുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്ന് പറയുമ്പോഴേ സിമ്പിളായിട്ട്, ലഘുവായിട്ട്, ഹൃദയസ്പർശിയായിട്ട് ഓർത്തോണം. കർത്താവ് അപ്പമെടുത്ത് യൂദായ്ക്ക് കൊടുത്തപ്പോൾ യൂദായിൽ സാത്താൻ പ്രവേശിച്ചവനെ ഇറങ്ങിപ്പോയി. ഓർത്തോണം, ഈ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിലെ നമ്മൾ ഓർത്തോണം, ഒരു പെർസിക്യൂഷൻ സ്റ്റാറ്റസ് ഉണ്ട്. ഈ കർത്താവിൻ്റെ തിരുശരീരം, രക്തം ജീവനുള്ളതാണ്. ചിലർ പറയും കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം എന്തായിട്ട് മാറി? അങ്ങ് മാംസമായിട്ട് മാറി. രക്തം എന്തായിട്ട് മാറി? അല്ല, വീഞ്ഞ് എന്തായിട്ട് മാറി? രക്തമായിട്ട് മാറി. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഓർത്തോണം, ഒരു കോൺസബ്സ്റ്റാൻഷൻ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ് നടക്കുന്നത്, കാണപ്പെടാത്ത മാറ്റം. അപ്പം തരുമ്പോൾ തിരുശരീരമാണ്. ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്തോണം, ഇത് വീഞ്ഞിൽ രക്തമായെന്ന് വെച്ചോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അപ്പം മാംസവുമായി നിങ്ങൾക്ക് വായിലോട്ടിട്ട് തന്നാൽ എന്തോ സംഭവിക്കും? നിങ്ങൾക്ക് എന്തോ കൊടുക്കും? പച്ചമാംസം ഇട്ട് നിങ്ങളുടെ വായിലോട്ട് തരുന്നു. അതായത് വീഞ്ഞ് രക്തം, ഒറിജിനൽ രക്തമായിട്ട് തരിക, എന്തോ സംഭവിക്കും? തിന്നാൻ പറ്റുമോ? പക്ഷേ ഓർത്തോണം പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ കരുണ കാണത്തക്ക രീതിയിൽ അപ്പവും വീഞ്ഞും മാംസവും രക്തവുമായും കാണത്തക്ക രീതിയിൽ മാറാതെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി വെച്ചേക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വലിയ വെയിലിംഗ് പ്രോസസ്സുണ്ട്, നമ്മളറിയാത്തൊരു കവറിങ് പ്രോസസ്സുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്പിരിച്വൽ കവറിങ് ഓഫ് ഹോളി കുർബാന എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾ പട്ടം കിട്ടുമ്പോൾ പണ്ട് പറയുന്ന ഒരു കാര്യമാണ്, അപ്പം കണ്ടിക്കുന്ന സമയം, അതായത് എന്താ പറയുന്നത്, അൻപടയോനെ എന്നൊക്കെയുള്ള പാട്ട് പാടുന്ന സമയമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെന്ന് വെച്ചാൽ ഏറ്റവും നൊമ്പരത്തിൻ്റെ സമയമാണ്. കർത്താവ് കൊലമരം ചുമന്നുകൊണ്ട് എവിടേക്ക് പോയി? ഗോകുൽത്ത മലമുകളിലേക്ക് പോയ പീഡകളുടെ അനുഭവമാണ്. അതുകൊണ്ട് പണ്ട് പിതാക്കന്മാർ കൃത്യമായ രീതിയിൽ കല്ലാശ്ശേരി ബാവയുടെ കൽപ്പനയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ട്, പഴയ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഡയറിക്കുറിപ്പിനകത്തുണ്ട്. ആ സമയത്ത് പാടേണ്ട പാട്ടുകൾ ഏത് രീതിയിലാകണം, ശബ്ദമൊക്കെ കുറച്ച് ഹൃദയം പൊട്ടിയുള്ള പാട്ട്. അപ്പോൾ ഓർത്തോണം, ഈ അപ്പം മുറിക്കുമ്പോഴുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്, മുറിക്കുന്ന കാർമ്മികന് എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ശരീരമാണ് മുറിക്കുന്നതെന്നുള്ള
ഓർമ്മയുണ്ടാകണം. എന്തോ ഉണ്ടാകണം? ഒരു തോന്നലുണ്ടാകണം. നമ്മളത് കഴിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ശരീരമാണ് ഞാൻ ചവച്ചരയ്ക്കുന്നതെന്ന് ചിന്തയുണ്ടാകണം, മനസ്സിലെപ്പോഴും ഉണ്ടാകണം, അലക്ഷ്യമായിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, അമർത്യതയിലേക്കുള്ള ഔഷധമാണ്, അമർത്യതയിലേക്കുള്ള ഭക്ഷണമാണ് എന്തെന്ന് പറയുന്നത് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയ്ക്ക് അതിലെ ഒത്തിരി തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യം നമുക്കില്ല. ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ക്രമങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് ഒത്തിരി പറഞ്ഞ് ഫലിപ്പിക്കാൻ, അതിലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ അത് മാത്രമായിട്ട് നമ്മൾ പഠിപ്പിക്കണം. നമുക്ക് പ്രത്യേകിച്ച് ഓർത്തേക്കുന്നത് ഈ ഒരു കൂദാശ നമുക്കെങ്ങനെ അനുഭവവേദ്യമാകാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാന ഓർത്തോണം, സെഹിയോൻ മാളികയിൽ വെച്ച് നമ്മുടെ കർത്താവ് കുർബാന സ്ഥാപിച്ചത് അതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു തീരുമാനമല്ല. കർത്താവ് പീഡിപ്പിക്കപ്പെടണം, മരിക്കപ്പെടണം, ഉദ്ധാനം ചെയ്യപ്പെടണോ എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആഗണി ഇൻ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു വേദശാസ്ത്രമുണ്ട്. എന്തുവാണ് ആഗണി ഇൻ ട്രിനിറ്റി? ആഗണി ഇൻ ട്രിനിറ്റി എന്ന് പറയുന്ന തൃത്വത്തിൻ്റെ വേദന. അതായത് പുത്രൻ തമ്പുരാൻ വേദനയും നൊമ്പരവും ഒക്കെ അനുഭവിച്ചപ്പോൾ ആരും ഏറ്റിട്ടുണ്ട്? പിതാവും പരിശുദ്ധ റൂഹായും അതുപോലെ അനുഭവിക്കുകയാണ്. ആ ഇൻസെപ്പറബിൾ റിലേഷനാണ്. അല്ലാതെ പുത്ര നീ തന്നെ അനുഭവിച്ചോ ഞാനിവിടെ ഇരിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പിതാക്കന്മാർ പറയുന്നത് ആളത്വത്തിൽ ഒരുവൻ, ആ പുത്രനിൽ പിതാവും ആരുമുണ്ട്? പരിശുദ്ധ റൂഹായുമുണ്ട്. ഒരു സ്പിരിച്വൽ ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. താനായി ഇറങ്ങി വരികയാണ്, പുത്രനായി ഇറങ്ങി വരികയാണ്. പുത്രനെ കണ്ടവൻ ആരെയും കണ്ടു എന്നാണ് പറയുന്നത്? പിതാവിനെയും കണ്ടു, അവൻ പരിശുദ്ധ റൂഹായെയും കണ്ടു. അപ്പം വിശുദ്ധ കുർബാനയുടെ അനുഭവം ഇതാ. നമ്മുടെ കർത്താവിൻ്റെ ഓർത്തോണം, ജനനത്തിന് മുൻപുള്ള കാലം, കർത്താവിൻ്റെ ജനനം, മനുഷ്യാവതാരം, പിന്നെ ക്രൂശ് മരണം, കർത്താവിൻ്റെ ഉത്ഥാനം, ഇനി എന്തുകൊണ്ട്? സ്വർഗാരോഹണമുണ്ട്, രണ്ടാമത്തെ വരവുണ്ട്. ഇതെല്ലാം എന്തിലുണ്ട്? വിശുദ്ധ കുർബാനയിലുണ്ട്. ഒരു വലിയ പ്രത്യാശയാണ് കേട്ടോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചോണം. നമ്മളൊക്കെ പലപ്പോഴും പറയും ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനാ കുർബാനയ്ക്ക് വരുന്നത്? യൂട്യൂബിൽ കണ്ടാൽ പോരെയോ? ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലർക്കും അറിയാതെ പോകുന്നൊരു കാര്യം. ചില ആ അച്ഛൻ ഇരുന്നപ്പോഴത്തേക്ക് ആ ദൈവമേ നീ പരിശുദ്ധനാകുന്നു അങ്ങ് കയറിപ്പോകും, അല്ലെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ട് വരുന്നില്ല ഈ അച്ഛന്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ഈണവും താളവും രാഗവും മാത്രമല്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കർത്താവ് കുർബാന ആയിട്ട് സ്ഥാപിക്കപ്പെടാൻ ക്രൂസിന്മേൽ തറയ്ക്കപ്പെട്ടപ്പോൾ നല്ല വസ്ത്രം പോലും അവനിലില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഓർത്തോണം, സെലിബ്രേഷൻ ഓഫ് ഹോളി കുർബാന എന്ന് പറയുന്നത് ഫിസിക്കൽ സെലിബ്രേഷൻ അല്ല. മനസ്സിലായോ? ഈ മെലോഡിയസ് ടോൺ ഓഫ് ഹോളി കുർബാന എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് ഈ പാട്ടിൽ മാത്രമല്ല, നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. അത് ഹൃദ്യമായ രീതിയിൽ എല്ലാവരും ചേർന്ന് പാടണം. ഇപ്പം നമുക്ക് എത്ര പേർക്ക് മറുപടികൾ പറയാനറിയാം? ഞാനൊരു കാര്യം പറയാം. ഒരു പ്രാർത്ഥന എപ്പോഴും ചോദിക്കാറുള്ളതാണ്, തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന എല്ലാവരും പറയുന്നില്ല, ഒത്തിരി പേര് സൈലൻ്റാ. ഉയരങ്ങളിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞു, മുതിർന്നവരൊക്കെ പറഞ്ഞു. ഇന്ന് മറുപടി പറയത്തില്ല. എല്ലാവരും മറുപടി പറയുന്ന ഒരു തലമുണ്ടാകണം. നമ്മുടെ സഭയിൽ അത് മൊത്തത്തിലുണ്ടായേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവരൊക്കെ പറയും, ഈ മൈക്കും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ എല്ലാവരും ചേർന്ന് പറയണം. കാർമ്മികനൊരു മൈക്ക് വേണം, വായനയ്ക്ക് ഒരു മൈക്ക് വേണം, അല്ലെങ്കിൽ പാട്ട് പാടി തുടങ്ങുമ്പോൾ അവർ കോമണായിട്ടിത് വേണം. ബാക്കി മറുപടികളൊന്നുമുണ്ടല്ലോ യഥാർത്ഥത്തിൽ മൈക്കിലൂടെ പറയരുത്. ആര് പറയണം? നിങ്ങളെല്ലാവരുടെ ചേർന്ന്. കമ്മ്യൂണിറ്റി വർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഒരു കമ്മ്യൂണിറ്റി വർഷിപ്പ്. അത് പറയാതെ നിശബ്ദരായിട്ടിരിക്കുക. എത്ര പേര് കുർബാനക്രമം കൊണ്ടുവരുന്നുണ്ട്? കുർബാനയ്ക്ക് വരുമ്പോഴേ എത്ര പേര് കൊണ്ടുവരും? കുർബാനയ്ക്ക് വരുമ്പോൾ കുർബാനക്രമം കൊണ്ടുവരുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ട്. കുറച്ച് പേരൊക്കെ കൊണ്ടുവരുന്നില്ല. എല്ലാ ആശയം കൊണ്ടുവരുമോ കുർബാനക്രമം? എല്ലാവരും കൊണ്ടുവരണം കേട്ടോ. കുർബാനക്രമം ഇല്ലല്ലോ, ഒന്ന് വാങ്ങിച്ചേക്കണം. ഒരാളാം പ്രതി പിള്ളേർക്കും കൊടുത്തു വിട്ടേക്കണം കുർബാനക്രമം. പോട്ട് ഇത്ര രൂപയല്ലേ ഉള്ളൂ, എല്ലാവർക്കും അത് വേണം. അപ്പം വിശുദ്ധ കുർബാനയുടെ ഒരു അനുഭവം നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത്, പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. യാമ നമസ്കാരങ്ങളുണ്ട്, ദണ്ഡ നമസ്കാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ചാരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ കൂദാശകളുടെയും കൂദാശയാണെന്നു പറയുന്നത്
കുർബാന എന്ന് പറയുന്നത്. കുർബാന കളഞ്ഞിട്ട് ഞാൻ നൊയമ്പ് നോക്കുന്നു, കുർബാനയില്ലാതെ ഞാൻ ഉപവസിക്കുന്നു, കുർബാനയില്ലാതെ ഞാൻ ചാരിറ്റി ചെയ്യുന്നു, ഞാൻ വേറെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രൊട്ടസ്റ്റൻ്റ് ഉയർച്ചയുടെ ഫലം അതൊക്കെ കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഒരു കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, അതുകൊണ്ട് ആ കല്ലാശ്ശേരി ബാബ പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാക്കന്മാരോട് വൈദികരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുർബാന ചെല്ലുമ്പോൾ താഴെ നിൽക്കുന്ന ആളുകളെ മാത്രമല്ല കാണേണ്ടത്, ഒരു വലിയ സമൂഹം ഉന്നതത്തിൽ നിന്നുകൊണ്ട് ശബ്ദഘോഷത്തോടു കൂടി സ്തുതിക്കുന്നത് കാണണം, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും. അതുകൊണ്ട് ആ പരുമല തിരുമേനി കുർബാന ചെല്ലുന്നതിനെക്കുറിച്ച് കല്ലാശ്ശേരി ബാവ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? തിരുമേനി കുർബാന ചെല്ലുമ്പോൾ പരുമല തിരുമേനിയുടെ കാപ്പ വെട്ടിത്തിളങ്ങുമായിരുന്നു. ഭംഗിയില്ലാത്ത കാപ്പ, വലിയ ഇതൊന്നുമില്ല, വെട്ടിത്തിളങ്ങും, മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഉടനെ ചോദിക്കും കല്ലാശ്ശേരി ബാവ, അത് ഷമ്മാസനാണ്. അപ്പം ചോദിക്കും, തിരുമേനി മുഖത്തൊരു പ്രത്യേക പുഞ്ചിരിയായിരുന്നു, കാപ്പയൊക്കെ വെട്ടിത്തിളങ്ങുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞോ, താനൊന്നും അപ്പോൾ കണ്ടില്ലയോ, ബലഹീനനായ ഞാൻ കൈകൾ ആവസിച്ചപ്പോൾ മാലാകന്മാർ നൃത്തച്ചുവടോടുകൂടി ഇറങ്ങി വരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയത്. ആ സന്തോഷമായിരിക്കാം. എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം മാലാകന്മാര് അവര് അഗ്നി ഗോളം എൻ്റെ നേരെ വർഷിക്കുന്നു. അപ്പോൾ ഞാൻ അറിയാതെ കുപ്പായൊക്കെ വെട്ടി ആ പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങിയതായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, വിശുദ്ധ കുർബാനയിൽ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങൾക്ക് ഈ കുർബാന ഏതൊക്കെ രീതിയിൽ അനുഭവമാകും, ബാക്കി കാര്യങ്ങളൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ഒത്തിരി കടക്കുന്നില്ല, സമയം ഒത്തിരി നമ്മുടെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഒറ്റ കാര്യം ആലോചിച്ചോണം പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തോണം കേട്ടോ, അലക്ഷ്യമായിട്ടൊന്നും നിൽക്കരുത്. നിങ്ങളും നിങ്ങളുടെ പൂർവികരും ഒക്കെ കരഞ്ഞ ഒത്തിരി കണ്ണുനീര് ഇവിടെയൊക്കെ ചിതറിക്കിടപ്പുണ്ട്. നിങ്ങളുടെ പള്ളികളിൽ ഈ കാർപ്പറ്റിലൊക്കെ കിടപ്പുണ്ട്. ഈ കണ്ണുനീരിൽ ചവിട്ടിയാണ് നിങ്ങൾ വിശുദ്ധ ബലിയിൽ നിൽക്കുന്നത്. ആ ഒരു നൊമ്പരം നമ്മളെ ഒരുപാട് നൊമ്പരപ്പെടുത്തണം. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, എടാ ഇന്നലെ ഇളക്ക ആത്മീയതയെ പോയി പ്രവാചകൻ്റെ പിന്നാലെ പോയെങ്കിലേ സൗഖ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ പൂർവികർ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിള്ളേരില്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ ക്ഷീണാവസ്ഥയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പേരെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പേരെഴുതി കൊടുത്തിട്ടുണ്ട്. ആ ത്രോണോസെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നിങ്ങളാരും അറിഞ്ഞിട്ട് കാണത്തില്ല. നാട്ടിലുള്ള ഒരു വല്യപ്പനും വല്യമ്മയും വയ്യാങ്കിലും കാല് വയ്യാങ്കിലും വെളുപ്പിനെ എഴുന്നേറ്റ് കുർബാന കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പൈസ ഇല്ലെങ്കിലും കുർബാന ഫീസ് കൊണ്ട് അടച്ചിട്ടുണ്ട്. നമ്മളിന്ന് എത്ര പേർക്ക് ഓർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ? എത്ര പേർക്കാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? നമ്മളുടെ വാങ്ങിപ്പോയവരെ ഓർക്കുന്നുണ്ടോ? പേര് കൊടുക്കുന്നുണ്ടോ? നമ്മളുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടോ? നമ്മളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുക്കും, അതൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. അതിൻ്റെ അപ്പുറമായൊരു അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് പോകണം. കുർബാനയ്ക്ക് ഒരുക്കത്തോടു കൂടി തന്നെ വേണം. അതിൻ്റെ വസ്ത്രധാരണം കാഴ്ചയർപ്പണത്തോടു കൂടി വരണം. ബഹുമതിപൂർവ്വം നിൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർച്ചകൾ ഞാൻ നിനക്ക് അർപ്പിക്കും. കുർബാനയിൽ സംസാരിക്കുമ്പോൾ ഓർത്തോണം, ഇടുന്ന വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? പണ്ടൊക്കെ നമ്മൾ പള്ളിയിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ആ വസ്ത്രം ഊരിയിട്ടാൽ എത്ര ദിവസം കഴിഞ്ഞാലും എന്തിൻ്റെ മണം ഉണ്ടാകും? കുന്തിരിക്കത്തിൻ്റെ മണമാണ് കേട്ടോ. നിങ്ങൾ ധൂപക്കുറ്റി തൊട്ടില്ല, മദ്ബഹായി കയറിയില്ല, ഇവിടെ നിന്നതേ ഉള്ളൂ. പക്ഷേ കുന്തിരിക്കത്തിൻ്റെ മണമാണ്. വലിയൊരു മണമുണ്ട്, നല്ല മണം കിട്ടും. ഇന്ന് അതൊക്കെ ഒത്തിരി അനുഭവിക്കാതെ ഇരിക്കുന്നത് കഠിനമായ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശുന്നത് കൊണ്ടാണ്. പള്ളിയിൽ സുഗന്ധദ്രവ്യത്തേക്കാൾ കൂടുതൽ കുന്തിരിക്കത്തേക്കാൾ കൂടുതൽ സുഗന്ധദ്രവ്യങ്ങളുടെ മണം വരുവാൻ അനുവദിക്കരുത്. ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമയൊക്കെ ചോദിച്ചിട്ട് മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് വരാവൂ. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ബദനി നിങ്ങൾക്കറിയാമോ? പത്തനംതിട്ടക്കാരൊക്കെ ഉണ്ടോ? റാന്നിക്കാരൊക്കെ. ബദനി ആ മണ്ട മലയാണ് കേട്ടോ, പത്തനംതിട്ടയിൽ നിന്ന് ഒത്തിരി ദൂരം പോകണം. പണ്ടൊരു മനുഷ്യൻ കുമ്പസാരിക്കാൻ പോയി, പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി അവിടെ. അപ്പോൾ അദ്ദേഹം തന്നെ പങ്കുവെച്ചൊരു അനുഭവമാണ്. പ്രായമുള്ളൊരു മനുഷ്യൻ പത്തനംതിട്ടയ്ക്ക് മൈലപ്ര സമീപത്തിൽ നിന്ന് പോയതാണ്. അത്രയും ദൂരം നടന്നു പോയപ്പം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സഹോദരനെ തെറി വിളിച്ചു, അപ്പനെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ പുരോഹിതൻ പറഞ്ഞു പോയിട്ട് ക്ഷമ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ പാവം പിടിച്ച അപ്പച്ചൻ ബദനിയും മലയിൽ നിന്ന് ഇറങ്ങി നടന്ന് ആ ക്ഷമ ചോദിക്കേണ്ടവൻ്റെ അടുക്ക പോയി ക്ഷമ ചോദിച്ച് തെറിയും കേട്ട് എന്നാലും ക്ഷമ ചോദിച്ച് തിരിച്ചവിടെ പോയി ബദനി മലയിൽ കയറിപ്പോയി. ഇന്നാണെങ്കിൽ എന്തോ പറയും? ഇന്ന് നമ്മളാണെങ്കിൽ എന്തോ പറയും? അച്ഛൻ പറയും എന്നാൽ പോയി ക്ഷമ ചോദിച്ചിട്ട് വന്നാൽ എന്തോ പറയും? അച്ഛൻ അവിടെ ഇരുന്നോ, ഞാൻ അടുത്തടുത്ത് പോയി പ്രാപിച്ചോളാം എന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഓർത്തോണം, ആ ഒരു ദിവ്യമായ ഒരുക്കവും ക്ഷമയോടും കൂടി വരണം. നിങ്ങളുടെ നിരാശ മാറും.
നിങ്ങളുടെ രോഗം മാറും. അതുകൊണ്ടാണ് പറയുന്നത്, രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീകത്തേടും ആരാധനയെങ്കിൽ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായ. ഈ ആരാധനയ്ക്കും ഈ ക്രമത്തിനൊക്കെ ഒത്തിരി ചരിത്രമുണ്ട് കേട്ടോ. പഴയ കാലത്ത് ത്രോണോസ് ഇല്ലായിരുന്നു. പീഡകളുടെ കാലത്ത് ത്രോണോസ് ഇല്ലാതിരുന്നപ്പോൾ തബലീത്താപ്പലവ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് അവിടെ കാസാബീലാസ വെച്ച് ആരാധിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു. ഗുഹയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഗുഹാവാതിൽ ഓർത്തോണം, ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ ആ ഗുഹാ കവാടം അടച്ച് എണ്ണയൊഴിച്ച് കത്തിച്ചു, മൊത്തത്തിനെയും കത്തിച്ചു വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടി പോയപ്പോൾ അത്ര പീഡകളിലൂടെയാണ് ആരാധന വളർന്നു വന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കർദിനാൾ വാൻ തൂവൻ എന്ന് പറയുന്ന പിതാവ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എന്നും ആരാധന ചെല്ലണമെന്ന് കൊതിയായിരുന്നു. അദ്ദേഹത്തിന് കഴിക്കാൻ കിട്ടിയ അല്പം വീഞ്ഞും കുടിക്കാൻ കിട്ടിയ അല്പം വീഞ്ഞും കേവലം ബ്രെഡും വെച്ച് ആരാധന നടത്തിയതിനെക്കുറിച്ച് കർദിനാൾ വാൻ തൂവൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കൽ പോലും ഒരു കുർബാനയും മിസ്സാക്കരുത്, മാറി നിൽക്കരുത്. പിള്ളേരെ നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുവരണം, ആരാധനയെ കൊണ്ടുവരണം, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. അതിലൂടെ കിട്ടുന്ന ഒരു റിക്കൺസിലിയേഷൻ്റെ അനുഭവം നമുക്കൊരു വലിയ ശക്തിയാണ്. ഒരു കാര്യം കൂടി അതിനോട് ചേർന്ന് കുർബാനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നുണ്ടേ കേട്ടോ? സാധാ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വേറെ കാര്യം കൂടി ആലോചിച്ചോണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കൾ, ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്ക് അടുത്തടുത്തൊക്കെ പള്ളിയുണ്ട്. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ക്യാമ്പുകളിലും മറ്റുമൊക്കെയുള്ള പിള്ളേരൊക്കെ കുർബാനയിൽ സംബന്ധിക്കാൻ എത്ര ദൂരം നടന്നാണ് വരുന്നതെന്നറിയാം. ആ മണലാരണ്യത്തിലൂടെ നടക്കുന്നവരുണ്ട്. കുവൈറ്റിലൊക്കെ ആരാധനയിൽ കുർബാന കൊള്ളണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പള്ളിയില്ല ഇപ്പോഴും. അവർ റെൻറ്റഡ് ഹോളില്ല. നേരത്തെ വരിക. പിള്ളേരെയും കൊണ്ട് രാവിലെ കെട്ടിയെടുത്തുകൊണ്ട് എത്ര ദൂരത്തു നിന്നാണ് വരുന്നതെന്നറിയാമോ? കുർബാന കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിഞ്ഞാണ് പേരൻസ് വീട്ടിൽ പോകുന്നത്. അതൊക്കെ ബാംഗ്ലൂരൊക്കെ അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലുണ്ട്. ദൂരെ നിന്നൊക്കെ വരുന്നവരൊക്കെ പിള്ളേരെയും കൊണ്ട് വന്നിരുന്ന് കാത്തിരുന്നിട്ട് പോവുക. ഇന്നുമുണ്ട്. വെളിയിലൊക്കെ UK, യൂറോപ്പിലൊക്കെ ഇപ്പോഴൊരുപാട് പിള്ളേരെ വിശുദ്ധ ആരാധനാലയം നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ടു. സ്വന്തം ഭവനങ്ങൾ പള്ളിക്ക് വേണ്ടി, സ്ഥലം പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അത്ര കൊതി ആരാധനയോടുണ്ടായിരുന്നു. എന്തിനോടുണ്ടായിരുന്നു? വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്നു. ആ കുർബാനയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇറങ്ങി വസിക്കുന്ന മാലാകമാരുടെ സാന്നിധ്യം. കർത്താവ് കുർബാനയാകുന്നു എന്ന് പറയുമ്പോൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ഒത്തിരി ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കും. മുമ്പേ പറഞ്ഞല്ലോ, മുറിക്കുന്ന പുരോഹിതൻ കർത്താവിൻ്റെ ശരീരം മുറിക്കുന്ന വേദന, ചവച്ചരച്ച് തിന്നുന്നവൻ ചവച്ചരയ്ക്കുന്ന തിന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് ഈ കുർബാനയൊക്കെ തരുമ്പോൾ നിങ്ങൾ ഈ വിഴുങ്ങുകയൊന്നും ചെയ്യരുത് കേട്ടോ. വെള്ളത്തോടു കൂടി വിഴുങ്ങരുത്. നിങ്ങൾ ശാന്തമായി ചവച്ചരച്ച് വിശുദ്ധ കുർബാന തിന്നാൽ മതി കേട്ടോ. ചിലരൊക്കെ അങ്ങ് ചിന്ത ചെയ്യുക. ചിലപ്പോൾ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്, അച്ഛാ കൊച്ചു പീസേ തരാവേ. കാരണം എന്ന് വെച്ചാൽ കൊച്ചു പീസ് അതെന്താ കാര്യം, അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ തൊണ്ടയ്ക്കിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ചവച്ചരച്ച് തിന്നാൽ മതി. വെള്ളം ഒഴിച്ച് എന്ത് കൊടുത്താൽ മതി? ചവച്ചരച്ച് തിന്നാൽ മതി. അതുകൊണ്ട് ആ കുർബാന കഴിഞ്ഞിട്ട് നന്നായിട്ട് ഭക്ഷണം വല്ലതും കഴിച്ചോണം, വെള്ളമൊക്കെ കുടിക്കണം. ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓരോ കുർബാനയും നമ്മൾ അനുഭവിച്ചിട്ട് പോകുമ്പോഴുണ്ടല്ലോ, നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ എന്നാണ് പുരോഹിതൻ അവസാനം ആശീർവാദം നൽകുന്നത്. സമാധാനത്താലേ പോകുവീൻ, സ്വസ്ഥതയോടെ പോകുവീൻ. ഞാൻ പറഞ്ഞല്ലോ, ടെൻഷൻ മാറും. ഈ ചിലപ്പോൾ നിങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ കുടിയായി, പിള്ളേരുടെ പ്രശ്നങ്ങളായി, ദൈവമില്ലാത്ത അനുഭവങ്ങളായി. പണ്ടുള്ളവർ പറയത്തില്ലയോ 7 ആഴ്ച കുർബാന കൊള്ളണം പോട്ടെ. നമ്മളങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കൊള്ളുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരുവർക്ക് വിശ്വാസമുണ്ടായിരുന്നു കേട്ടോ. 9 ആഴ്ച അവർ കുർബാന കൊള്ളും. അത് കഴിയുമ്പോഴത്തേക്ക് അവരാഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരനുഭവമാണ്. ഞാനൊരു എഗ്രിമെൻ്റൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കുർബാന കൊള്ളുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അവർക്ക് വിശ്വാസമാണ്. എപ്പോഴും കുർബാന കൊള്ളുന്നത് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ തോന്നും നിങ്ങൾക്ക്. എപ്പോഴും കുർബാന കൊള്ളണം, അത് ഒരുക്കത്തോടു കൂടി വന്ന് കൊള്ളണം. എപ്പോഴെങ്കിലും തോന്നുന്ന രീതിയിൽ ഓടി ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പ്രായമുള്ളവർക്കും എല്ലാം പ്രിയപ്പെട്ട അച്ഛന്മാർ വയ്യാന്ന് വിചാരിച്ച് കുർബാന കൊടുക്കും. ആ സമയത്തേക്ക് ആരോഗ്യവും ബലവുമുള്ളവർ ഓടി വരാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്.
മറിച്ച് ആരോഗ്യവും ബലവും ഉള്ളവരെപ്പം തന്നെ വരണം, ആരംഭത്തിൽ തന്നെ വരണം, നമസ്കാരത്തോടു കൂടി തന്നെ വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണം. അപ്പം ഞാൻ പറഞ്ഞ കുർബാനയെക്കുറിച്ചുള്ള തിയോളജിക്കൽ ഇൻഫർമേഷൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു, എങ്കിലും അതിനോടുള്ള നമ്മളുടെ സമീപനമാണ് ഞാൻ പറഞ്ഞത്. നിർത്തിക്കോട്ടെ, ഇനി എന്തെങ്കിലും സമയമായോ? എന്തെങ്കിലും ചോദിക്കാൻ? ലാസ്റ്റ് ഒരു പോയിൻ്റ് കൂടെ, റിക്കൺസിലിയേഷനെ കുറിച്ചുകൂടെ അതുകൂടെ ഒരു വാക്കൂടെ പറയാം. ഒരു വാക്ക് റിക്കൺസിലിയേഷനെ കുറിച്ച്. ഈ റിക്കൺസിലിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ കുമ്പസാരം എന്ന് കൺഫെക്ഷൻ എന്നൊക്കെ പറയത്തില്ലയോ? ഓർത്തോണം, കൺഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അനുഭവം, പശ്ചാത്താപത്തിൻ്റെ ഒരു അനുഭവം, നിരപ്പാകലിൻ്റെ ഒരു അനുഭവം, അത് ഈ കുർബാന അനുഭവത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞില്ലയോ, അവിടെ വെച്ചിട്ട് ബലി വസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് നിരപ്പാകൽ. ഈ റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? നിൻ്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിനൊരു തിയോളജിക്കൽ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കൺഫണ്ടേഷൻ ഉണ്ട്, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് കർത്താവ് ബലിയും കൊണ്ട് പഴയ കാലത്ത് യഹൂദന്മാർക്കൊരു രീതിയുണ്ട്. കർത്താവ് പറഞ്ഞില്ലയോ, ക്ലെൻസിങ് ഓഫ് ദ ടെമ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നോ? എന്ന് വെച്ചാൽ ദേവാലയ ശുദ്ധീകരണം. അപ്പോൾ എല്ലാം അടിച്ചു മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന പാപത്തിനനുസരിച്ച് ബലിവസ്തു ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ കൊച്ചു പാവം ചെയ്തവൻ വല്ല എന്തോ പറയുന്ന കുറുപ്രാവിനെയോ വല്ലതും കൊണ്ടുപോയാൽ മതി. വലിയ പാപം ചെയ്തവൻ എന്തൊക്കെ കൊണ്ടുപോകണം? വലിയ ആടിനെ കൊണ്ടുപോകണം, വലിയ മാടിനെ കൊണ്ടുപോകണം. ഇതിനെ എന്തെടുത്തോണം? ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ചേട്ടായി ചുമന്നുകൊണ്ട് പോകുമ്പോൾ നാട്ടുകാർ വിചാരിക്കും, എന്തോ കൊലച്ചത് ചെയ്തിട്ട് പോകുന്ന പോക്ക് കണ്ടില്ല, ആടിനെയും മാടിനെയും കൊണ്ട് പോവുക, ചുമന്നുകൊണ്ട് പോവുക. അപ്പോൾ ഇവർക്ക് തോന്നി, എടാ ഇത് പാടില്ല, എന്തോ ചെയ്താൽ മതി. ദേവാലയത്തിൽ തന്നെ അതിന് സംവിധാനം ഉണ്ടാക്കി അവിടത്തേക്ക് സമർപ്പിക്കാൻ തക്കവണ്ണം ടയർ എന്ന് പറയുന്ന നാണയം, റോമാ സാമ്രാജ്യത്തിൻ്റെ നാണയം, അതിൽ വിഗ്രഹം, ഇതിൽ രാജാവിൻ്റെ രൂപമുള്ളത് കൊണ്ട് ദേവാലയത്തിൽ എടുക്കത്തില്ല. അതിനുവേണ്ടി അവർക്ക് ജൂയിഷ് കൾച്ചറിൽ അവർക്കൊരു നാണയമുണ്ട്, ടയർ എന്ന് പറയും, ടയർ എന്നറിയപ്പെടുന്ന ഒരു നാണയം. അപ്പോൾ ഈ നാണയം അതാ മാറിക്കൊടുക്കും. നമ്മൾ പറയത്തില്ല, ഇപ്പം അറബി നാട്ടിലെ നാണയം നമുക്കിവിടെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റത്തില്ലയോ, ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് ഒക്കെ ഇല്ലയോ? അതുപോലെ ഇവിടെ ദേവാലയത്തിലും മണി എക്സ്ചേഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ടയർ എന്ന് പറയുന്ന നാണയമായിട്ട് ആ രൂപം കൊത്തിയിട്ടുള്ളത് ദേവാലയത്തിലിടാൻ പാടില്ലാത്തത് കൊണ്ട് അതില്ലാത്ത നാണയം മാറിക്കൊടുക്കും. അതൊന്ന്. അപ്പോൾ അതിനൊരു പ്രത്യേക സെക്ഷനാണ്, അതായത് ബിസിനസ്സായിട്ട് മാറ്റുകയാണ്. രണ്ടാമത്, ബലിവസ്തുവിനെ ചുമന്നുകൊണ്ട് വരണ്ട, അതിന് പകരം എന്തെടുത്താൽ മതി? ഇവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ആ ബലിവേദിയിലേക്ക് എന്തോ എത്തിക്കോളും, യാഗവേദിയിലേക്ക് ആടാണേലും മാടാണേലും കുറുപ്രാവാണേലും എത്തിക്കോളും. സിമ്പിളായി. പക്ഷെ കർത്താവ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരം ചുമന്നുകൊണ്ട് ഇതുവഴിയാണ് പോയത്. അവൻ പാളയത്തിലൂടെയാണ് പോയത്, എല്ലാവരുടെയും മധ്യത്തിലൂടെയാണ്. ഇത്രമാത്രം കഠിനമാണ്. ആ കഠിനമായ വേദന ഏറ്റ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ബലിവസ്തു എവിടെ വെച്ചിട്ട് പോയാൽ മതി? അവിടെ ബലിവേദിയിൽ വെച്ചിട്ട് പോയി എന്തെടുത്തോണം? നിരപ്പാകണം. അല്ലെങ്കിൽ എന്തോ പ്രശ്നമെന്നറിയാമോ? നമ്മൾ പറയുകയാണ്, ബലിവസ്തു എടുത്തുകൊണ്ട് പോവുക. എൻ്റെ മത്തായിച്ച, അതാ ഞാൻ കുമ്പസാരിക്കാൻ പോയി, അല്ല ഞാൻ കുർബാന കൊള്ളാൻ പോയി, നീ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ, ഞാൻ അല്ലേ അത് നിനക്കും ഭയങ്കര ദോഷമാണ് കേട്ടോ, ഞാൻ ഭയങ്കര ഭക്തനാണ്. നീ ഭക്തി നടിച്ചുകൊണ്ട്, മനസ്സിലായോ, വലിയ പ്രാർത്ഥനാവീരനാണെന്ന് കാണിച്ചുകൊണ്ട്, ഞാൻ ഇന്ന് തൊട്ട് വേറൊരാളാകാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ കുർബാന കൊള്ളാൻ പോകുവാന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഭക്തി മിടുക്കനായി, ഇന്നും ഞാൻ മിടുക്കനായി, അതുകൊണ്ട് നിനക്കെന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ള രീതിയിൽ ചെന്ന് ഒരു റിക്കൺസിലിയേഷന് വേണ്ടി നീ പോകരുത്. അതൊക്കെ എവിടെ വെച്ചാൽ മതി? ഇതിൻ്റെ പോക്കറ്റ് മടക്കി എവിടെ വെച്ചേക്കണം. മറിച്ച് വെറും ബലഹീനനെ പോലെ വയ്ക്കുമോ? നീ പ്രാർത്ഥിക്കുന്നെന്നോ നീ ഭക്തനാണെന്നോ ഒന്നും നാട്ടുകാരെ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ ചെല്ലുമ്പോൾ ഈ ആവരണത്തോടു കൂടി ചെല്ലുമ്പോഴാണ് ഭക്തിയുടെ ആവരണം. അതുകൊണ്ട് ഓർത്തോണം, നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ദ റോബ് ഓഫ് പൈറ്റി എന്ന് പറയുന്നൊരു തിയോളജി തന്നെയുണ്ട് കേട്ടോ. ദ റോബ് ഓഫ് പൈറ്റി, ഭക്തിയുടെ ആവരണം. അത് വേണ്ട. അതിന് പകരം ഇതൊക്കെ ഊരി വെച്ചിട്ട് നീ പോയാൽ മതി. സാധാ മനുഷ്യനെ പോലെ പൗലോസ് പറയുന്ന പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ക്ഷമ ചോദിക്കാൻ ചെല്ലുമ്പോൾ തെറിവിളി കേൾക്കും, കുറ്റപ്പെടുത്തൽ കേൾക്കും, ഇതെല്ലാം കിട്ടും. അതുകൊണ്ട് ഈ നിരപ്പാകലാണ് നമ്മളെ എവിടേക്ക് നയിക്കുന്നത്? കുമ്പസാരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദിവ്യമായ അനുഭവം. പ്രിയമുള്ളവരെ, നമ്മൾ ചിലരോടൊക്കെ ക്ഷമിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, അത് ഓർത്തോണം. അത് ഈ കൺഫെക്ഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ക്ഷമിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിന് ഒത്തിരി ഭാരം അങ്ങ് മാറിപ്പോത്തില്ലയോ? നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമോ? ഇന്ന് ശത്രുത്വം എന്ന് പറയുന്നത് പലരും പറയുന്ന ഇതാണ് കേട്ടോ. ഈ നാട്ടുകാരോടോ അയൽക്കാരോടോ ഒന്നുമല്ല കേട്ടോ, സ്വന്തം പിള്ളേരോടും സ്വന്തം മരുമക്കളോടും സ്വന്തം പള്ളിക്കാരോടും ഒക്കെ ഇന്ന് മനുഷ്യന് ഭയങ്കര വിദ്വേഷം.
ഇതങ്ങോട്ട് വെച്ചോണ്ട് നടക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ പറയത്തില്ലയോ ദ ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നൊരു തിയോളജി ഉണ്ട്, ദ ബർഡൻ ഓഫ് കഴ്സ് എന്ന് പറയുന്ന ഒരു തിയോളജി ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? അനുഗ്രഹം ഒത്തിരി കിട്ടുന്നത് നമുക്കൊരു ബാധ്യതയാണ് കേട്ടോ. ചില കാര്യം, ഇപ്പം പണം ഒത്തിരി കിട്ടി, സന്തോഷം ഒത്തിരി കിട്ടി, നമുക്കെന്തോ അതൊരു അറിയാത്ത ബാധ്യതയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് 3 പിള്ളേരുണ്ട്, എല്ലാം ജോലി കിട്ടി, UK പോയി, കാനഡയിലും പോയി, അമേരിക്കയിലും പോയി. നിങ്ങളെന്നും പ്രാർത്ഥനയാണ്, ദൈവമേ രക്ഷപ്പെടുത്തണേ, കുഞ്ഞിന് കാനഡയെ വിടണേ, UK അല്ലെങ്കിൽ അയർലൻഡ് വിടണേ, അമേരിക്കയെ വിടണേ, കാനഡ എന്നും പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവസാനം വയ്യാതെ കിടക്കുമ്പോൾ ഒരുത്തനുമില്ല, ഇഷ്ടംപോലെ കാശൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ബാങ്കിൽ തന്നെ കിടക്കുമോ. പക്ഷേ ഈ ഒന്നുമില്ലാതെ അപ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് ആരുമില്ലാതെ വരുമ്പോഴത്തേക്ക് എന്തോ വിചാരിക്കും, എൻ്റെ ദൈവമേ ഒന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പണ്ടുള്ളവർ ഈ ചെയ്യുന്ന അവരുടെ ബുദ്ധി എന്താ പറയും, പറയത്തില്ലയോ, പറയും നീ കടിഞ്ഞു പൊട്ടാന്ന് പറയും. എന്താ ഈ കടിഞ്ഞു പൊട്ടെന്ന് പറയുന്നത് എന്തറിയും? മൂത്താളെ അങ്ങ് പൊട്ടാക്കിയാൽ കിട്ടിയേക്കുക. അവൻ പൊട്ടായിട്ടൊന്നും അല്ല. കാരണം എന്ന് വെച്ചാൽ അവനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുക, വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, അവിടെ പിടിച്ചങ്ങ് ഇരുത്തിയേക്കുക. ഒന്നിനെ വീട്ടിൽ തന്നെ ഇരുത്തിയേക്കും, അടുത്ത് നിർത്തിയേക്കും. അവർക്കറിയാം ഇന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിച്ചും കാല് പിടിച്ചും എല്ലാത്തിനെയും വെളി കയറ്റി വിട്ടിട്ട് അവസാനം ഒന്നുമില്ലേന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, നിലവിളിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസം എവിടെ വെച്ചേക്കും? മോർച്ചറി വെക്കണം. കാരണം അങ്ങോട്ട് ഇനി വരണ്ടയോ? ഗൾഫിലാണെങ്കിൽ പോട്ട് കുഴപ്പമില്ല, 3 മണിക്കൂർ കൊണ്ട് എത്തി കഴിഞ്ഞാൽ. ഇതാണെങ്കിൽ അവിടെ നിന്നൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നും അതിൻ്റെ കേട്ടിട്ടില്ലാത്ത രാജ്യത്താണ്, പാപ്പുവ ന്യൂഗിനി പോട്ട്, നമ്മൾ കേൾക്കാത്ത ആഫ്രിക്കൻ രാജ്യങ്ങൾ, സുഡാൻ തൊട്ടങ്ങ് കിടക്കുക, എല്ലായിടത്തും കയറ്റി വിട്ടേക്കുക, ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം നമ്മൾ ഓർത്തോണം. ഈ നിരപ്പാകലിൻ്റെ അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ അതുകൊണ്ടാണ് ഓർത്തോണം കേട്ടോ. റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് നമ്മളോട് തന്നെ നമ്മൾ നിരപ്പാകേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരും അറിയാതെ ചെയ്തു കൂട്ടിയ ഒരുപാട് തെറ്റുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ജോഹാരി വിൻഡോ തിയറി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. എന്താണെന്നറിയോ? ചിലപ്പോൾ എനിക്ക് അസുഖമുണ്ടെന്ന് എനിക്കറിയാം, ആർക്കറിയത്തില്ല? നിങ്ങൾക്കറിയത്തില്ല. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങളങ്ങ് തോന്നും എനിക്ക് എന്തോ അസുഖമുണ്ടല്ലോ, ഇയാൾക്ക് എന്തോ അസുഖമുണ്ട്, ക്ഷീണമുണ്ട്, പക്ഷേ എനിക്കൊരു പ്രശ്നവും കാണത്തില്ല. ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയാത്ത രീതിയിൽ എനിക്കൊരു അസുഖം കാണും കേട്ടോ. ഇത് ഈ ജോഹാരി വിൻഡോ തിയറി പറയുന്ന കാര്യം ഇതാണ്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, മറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളിലുണ്ട്. നമ്മളോട് തന്നെ നിരപ്പാകണം. ആരും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്തിലെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഭർത്താവ് അറിഞ്ഞില്ല, ഭാര്യ അല്ലെങ്കിൽ സഹോദരങ്ങൾ അറിഞ്ഞില്ല, പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ല, മക്കൾക്ക് അറിയത്തില്ല. എങ്കിലും പക്ഷേ നമ്മൾ ആരോട് നിരപ്പാകണം? നമ്മളോട് നിരപ്പാകണം. ഇനി നമ്മളും സഹോദരങ്ങളും തമ്മിലുള്ള ഒരു നിരപ്പാകലുണ്ട്. നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ഒരു റിക്കൺസിലിയേഷൻ ഉണ്ടാകണം. ഇതെല്ലാം കൺഫെക്ഷനിലേക്ക്, റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് കൺഫെക്ഷനിലേക്ക് നയിക്കുന്ന കാര്യമാണ് കേട്ടോ. അതാ ഓർത്തോണം. ആ കൺഫെക്ഷൻ ഏറ്റുപറച്ചില്ല, മറ്റുള്ളവരോട് പറയണം. പിന്നീട് ദൈവവുമായിട്ട് നിരപ്പാകണം. ദൈവം ഇത്രയും നന്മയൊക്കെ ചെയ്തിട്ടും ഒരു നന്ദിയില്ലാത്തവരായി പോയല്ലോ. പ്രാർത്ഥനയൊക്കെ ഒത്തിരി കുറഞ്ഞില്ലയോ? വേദപുസ്തകമൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് എത്ര ദിവസമായി പ്രിയപ്പെട്ടവരെ? നമ്മുടെ സ്വന്തം അസുഖങ്ങളും പ്രശ്നങ്ങളും പിള്ളേരുടെയും ഭർത്താവിൻ്റെയും പ്രശ്നം ഓർത്തല്ലാതെ ദൈവത്തെ വിളിക്കുന്നില്ല എന്നോർത്ത് എത്ര പേര് കരയുന്നുണ്ട്, ആരെയൊക്കെ ശപിക്കുന്നുണ്ട്, ദുഷിക്കുന്നുണ്ട്. ദൈവവുമായിട്ടൊരു നിരപ്പാകലുണ്ടാകണം. ദൈവസന്നിധിയിലേക്കൊരു കടന്നുവരവുണ്ടാകണം. നമ്മൾ ഓർത്തോണം, ഈ കുമ്പസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഭാരമുണ്ട്. എനിക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരം ആരെ ഏൽപ്പിക്കുകയാണ്? നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അപ്പം ദൈവസന്നിധിയിൽ ഇട്ടുകൊടുക്കുക. എനിക്ക് വഹിക്കാൻ പറ്റത്തില്ല, നീ വഹിക്കണം. തമ്പുരാനെ കാത്തോണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥയ്ക്കകത്ത് പറയുന്നത്? എടോ, എല്ലാ കാര്യവും ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കുറേയൊക്കെ മേളിലുള്ളവൻ്റെ കൊടുക്കുക, ഇല്ലെങ്കിൽ പുള്ളിക്ക് പണിയില്ലാതെ വരത്തില്ലയോ. ഒരു ചെറിയൊരു കോമഡി, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പുള്ളിക്ക് പണിയില്ലാതെ വരത്തില്ല. എല്ലാം നമ്മൾ ഓർത്ത് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട, ഭാരപ്പെടണ്ട. അതായി നമ്മൾ പറഞ്ഞ ഒരു നിരപ്പാകലിൻ്റെ അനുഭവം, ഹോളി കൺഫെഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ ഒരു ഇടയ്ക്ക് കൺഫെഷൻ നമ്മൾ നടത്തണം. ഇനിയും കൺഫെഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇനി ഞാൻ എങ്ങനെ അച്ഛൻ്റെ മുഖത്തോട് നോക്കുന്നത് ചിന്തിക്കണ്ട. അത് ആ സീൽ ഓഫ് കൺഫെഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആ വൈദികൻ ആ മരണത്തോടുകൂടി അദ്ദേഹത്തിൽ തീരുകയാണ്. കാരണം അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, പാമ്പാടി തിരുമേനിയുടെയൊക്കെ കൺഫെക്ഷനെക്കുറിച്ച് പറയുന്നത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ണുനീരുകൊണ്ടിരിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം എൻ്റെ ദൈവമേ, എൻ്റെ സഹോദരന് അങ്ങനെ ഒരു വീഴ്ച വന്നു പോയല്ലോ. അല്ല, നിനക്കങ്ങനെ വന്നു എന്നല്ല, ചെയ്തു പോയെന്നല്ല. പാപിനിയായ സ്ത്രീയുടെ കാര്യം പറഞ്ഞു. കർത്താവ് എന്തുവാ പറഞ്ഞു? എന്തുവാ? എല്ലാവരും കല്ലെറിയാൻ പറഞ്ഞു. കർത്താവ് എന്തുവാ പറഞ്ഞു? എന്തുവാ? മകളെ, എന്താ വിളിച്ചത്? എന്താണ് വിളിച്ചത്? മറ്റു മോശമായ വാക്കൊന്നും പറഞ്ഞില്ല, ഹാർലോട്ടെന്നോ പ്രോസ്റ്റിറ്റ്യൂട്ടെന്നോ ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? എന്തുവാ? കുഞ്ഞെ, ഇനിയും പാപം ചെയ്യരുത്.
കുഞ്ഞെ ഇനി പാപം ചെയ്യരുത്. കർത്താവിൻ്റെ ദിവ്യ കരുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തട്ടെ. നമ്മളുടെ എല്ലാ കൂദാശകളും നിറവിൻ്റെ കൂദാശകളാണ്. നമ്മളുടെ എല്ലാ കൂദാശകളും ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മളീ പറയുന്നത് പോലെ ഇന്ന് ആ പിതാവ് മാത്രം പറഞ്ഞതുകൊണ്ട് തുടങ്ങിയതല്ല. ലോകാരംഭത്തിന് തൊട്ട് തന്നെ തുടങ്ങിയ ഡിവൈൻ പ്രോജക്റ്റിൻ്റെ പ്ലാൻ്റെ തുടർച്ചയാണ്. എൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി ഇതെല്ലാം ചെയ്തോണം കേട്ടോ. അതുകൊണ്ട് ആരും നിങ്ങൾ ഇതൊക്കെ വേണോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലെന്തോ ഉറപ്പിച്ചോണം, ഉറപ്പായിട്ടിതെല്ലാം ചെയ്യണം. കഴിയുന്നതും പെട്ടെന്ന് ചെയ്യാനുള്ള കൂദാശകളൊക്കെ അനുഷ്ഠിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് പോകണം. അതേത് അനുഭവത്തിലോട്ട് പോയാലും ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ പറയത്തില്ലേ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ വലിയ ഐസ് മലയുടെ ഒത്തിരി ഹിമമലയുടെ ഒത്തിരി വെളിയിൽ ഇച്ചിരി കാണത്തുള്ളൂ, അതിനേക്കാൾ ഒത്തിരി എവിടെയുണ്ട്, താഴെയുണ്ട്. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു അറിവിനും തിരിച്ചറിവിനും വിശ്വാസ പഠനത്തിനും വേണ്ടി മാത്രം നൽകിയ ഇനി നിങ്ങൾ ബാക്കി കുറേ വായിക്കണം കേട്ടോ. പിന്നെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ പറയത്തില്ലയോ, റിവീൽഡ് ട്രൂത്തുമുണ്ട്, ടു ബി റിവീൽഡ് ആയിട്ടുള്ളതുമുണ്ട്. ടു ബി റിവീൽഡ്, ഞാനതാണ് പറയുന്നത്. ഇനിയും വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ ക്ലാസ്സൊക്കെ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ടു ബി റിവീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇനിയും വെളിപ്പെടുത്തപ്പെടാനുള്ള തലത്തിലേക്ക് ആയിത്തീരുവാനിടയാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും സഭ വിട്ടു പോകരുത്, പള്ളി വരാതിരിക്കരുത്, മറ്റ് ഇളക്കാത്മീകതയെ പോകരുത്, ഉടമ്പടിയും മറ്റിൻ്റെ പിന്നാലെ ഒന്നും പോകരുത്. നിങ്ങൾ അവിടെ ആലപ്പുഴയിലും മറ്റുമൊക്കെ പോയി ഞാനത് ചെയ്ത് വെള്ളവും കൊണ്ട് വയ്ക്കുന്നു, പാത്രവും കൊണ്ട് വയ്ക്കുന്നു, ഒന്നും പൊട്ടത്തരം കാണിക്കരുത്. ഉടമ്പടി ആരോടെയുള്ള എഗ്രിമെൻറ്റും ട്രീറ്റി ആരോടാണ്? അമ്മയോടല്ല. ആരോടാണ്? ദൈവത്തോടെയുള്ള ഉടമ്പടി എന്ന് ഓർത്തോണം കേട്ടോ. ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങൾ കാണിക്കരുത്. അമ്മയുമായിട്ട് നമുക്കുള്ളത് വലിയ ബഹുമാനമാണ്. ഉടമ്പടി എടുക്കേണ്ടത് ആരുമായിട്ടാണ്? ദൈവത്തോടാ. എൻ്റെ ദൈവമേ, നീ എനിക്കൊന്നും തന്നില്ലെങ്കിലും എന്നെ അടിച്ചാലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. തൻ്റെ പ്രിയപുത്രൻ ക്രൂശിന്മേൽ കിടന്ന് അലറി വിളിച്ചപ്പോൾ കൈവിട്ടോ എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. നമ്മളോട് അത്രയൊന്നും കണ്ണടച്ചിട്ടില്ലല്ലോ. പക്ഷേ അവനെ 3-ാം ദിവസം ഉദ്ധാനം ചെയ്യിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം എടുത്തു. അതുകൊണ്ട് ഓർത്തോണം, പരുമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയൊക്കെ ഈ സഭയിൽ ജീവിച്ച് വിശുദ്ധന്മാരായെങ്കിൽ ഈ സഭയുടെ പാരമ്പര്യവും കൂദാശയും സ്വീകരിച്ച് നിങ്ങൾക്കും അതിന് പറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ.